وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഇമാം ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് രചിച്ച ബയാനു ഫദ്ൽ ഇൽമി സലഫ് എന്ന റിസാലയായിരുന്നു നമ്മൾ വായിച്ചിരുന്നത്. അതിൽ അദ്ദേഹം യഥാർത്ഥ ഇൽമ്, നാഫിയായ ഇൽമ് എന്ന് പറയുന്നത് എന്താണ് എന്ന് വിശദീകരിച്ചു. അത് വഹയാണ്, അതുപോലെ സലഫു സാലിഹീങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ഇൽമാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഉപകാരമില്ലാത്ത, മാത്രമല്ല ചിലപ്പോൾ ഉപദ്രവമുണ്ടാക്കുന്ന ഇൽമുകളെക്കുറിച്ച്, ഇൽമുൽ കലാമിനെ കുറിച്ചും, അതുപോലെ പിൽക്കാലക്കാർ വലിയ ഗവേഷണ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ചില ദലാലത്തുകളെക്കുറിച്ച്, ഖദർ നിഷേധം, അതുപോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന കക്ഷികളുടെ വാദങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. എന്നിട്ട് യഥാർത്ഥത്തിൽ ഉപകാരപ്പെടുന്ന ഇൽമെന്ന് പറഞ്ഞാൽ അത് കിതാബും സുന്നത്തുമാണ്, അത് സലഫു സാലിഹീങ്ങളുടെ മൻഹജ് ഫഹ്മ് അനുസരിച്ച് മനസ്സിലാക്കലാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നു, വയഹ്താജു മൻ അറാദ ജംഅ കലാമിഹിം ഇലാ മഅരിഫത്തി സഹീഹി മിൻ സഖീമിഹി. മുൻഗാമികളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ഒക്കെ കലാമ് അടിസ്ഥാനമാക്കി ഇൽമു പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഉദ്ദേശിക്കുന്നവർ അതിലെ സഹീഹും ദഈഫും വേർതിരിച്ച് മനസ്സിലാക്കണം. വദാലിക ബിമഅരിഫത്തിൽ ജർഹ് വത്തഅദീൽ വൽ ഇലൽ. ഹദീസ് വിജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. فمن لم يعرف ذلك فهو غير واثق بما ينقله من ذلك ويلتبس عليه حقه بباطله ولا يثق بما عنده من ذلك. ഇതറിയാത്തവർ, എന്താണ് സഹീഹ് എന്താണ് ദഈഫ് എന്നറിയാത്തവർ, അവരുടെ ഇൽമിന് ബലമുണ്ടാവുകയില്ല. കാരണം ഏതൊക്കെ ഹദീസ് വിശ്വസിക്കാം, ഏതൊക്കെ ഹദീസ് തള്ളിക്കളയണം എന്നവർക്കറിയില്ല. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഇൽമിന് ഒരു ശക്തമായ അടിത്തറ ഉണ്ടാവുകയില്ല. അതുപോലെ അദ്ദേഹം പറയുന്നു, കമാ യറ, വേറെ ചില ആളുകൾ അവരെന്ത് ചെയ്യും, ഒരു വിഭാഗം അവർ ഏത് റിവായത്തും ഏതൊരു റിപ്പോർട്ടും തെളിവാക്കും, അതിലേതാണ് സഹീഹ് ഏതാണ് തള്ളേണ്ടത് എന്നവർക്കറിയില്ല. മറ്റൊരു കൂട്ടർ ഹദീസ് പഠിക്കാത്തവരുടെ രണ്ട് സ്വഭാവങ്ങൾ പറയുകയാണ്. ഒരു കൂട്ടർ അവർ കണ്ടതെല്ലാം വിശ്വസിക്കും, കേട്ടതെല്ലാം വിശ്വസിക്കും. കമാ യറ മൻ ഖല്ല ഇൽമുഹു ബിദാലിക്. അതുപോലെ ഇൽമില്ലാത്ത വേറെ ചിലർ ലാ യസ്ഖു ബിമാ യുർവ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല അനി സലഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അല്ലെങ്കിൽ സലഫു സാലിഹീങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നും അവർ വിശ്വസിക്കുകയില്ല. ലിജഹ്ലിഹി ബിസഹീഹി മിൻ സഖീമിഹി. അവന്റെയും കാരണം ജഹലാണ്. ഫഹുവ ലിജഹ്ലിഹി, അവന്റെ ജഹ്ൽ കൊണ്ട് യുജവ്വിസു അൻ യകൂന കുല്ലഹു ബാത്തിലൻ, ഇതൊക്കെ ബാത്തിലാണെന്നാണ് അവൻ വാദിക്കുക. ലിഅദമി മഅരിഫതിഹി ബിമാ യുഅറഫു ബിഹി സഹീഹു ദാലിക വസഖീമുഹു. ഇതെങ്ങനെ വേർതിരിക്കാം എന്ന വിവരമില്ലാത്തതുകൊണ്ട് അവനെല്ലാം തള്ളിക്കളയും. ഇങ്ങനെയുള്ള ആളുകൾ ഇന്നും നമുക്ക് കാണാം. ഹദീസിന്റെ സ്വീകാര്യതയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, ഹദീസിൽ കുറെ ദഈഫ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഏത് ഹദീസാണ് വിശ്വസിക്കുക, അതേതാണ് ശരി, ഏതാണ് ദഈഫ്, ഏതാണ് സഹീഹ്, ഏതാണ് ദഈഫ് എന്ന് വേർതിരിക്കാൻ ഇൽമുൽ ഹദീസ് പഠിക്കണം. അതാണ് മാർഗം, അല്ലാതെ നിഷേധിക്കുകയല്ല. ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അല്ലെ, ദുനിയാവിൽ വ്യാജ ഡോക്ടർമാരുണ്ട്, ശരിയായ ഡോക്ടർമാരുണ്ട്. ദുനിയാവിൽ ശരിയായ ഉൽപ്പന്നങ്ങളുണ്ട്, അതുപോലെ തന്നെ വ്യാജ ഉൽപ്പന്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വേർതിരിക്കാറുണ്ട്. ദീനിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ന്യായം പറയാറുള്ളത്. قال الأوزاعي رحمه الله, ഇമാം അബു അംർ الأوزاعي رحمه الله അദ്ദേഹം പറഞ്ഞു, العلم ما جاء به أصحاب محمد صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എന്താണോ പഠിപ്പിച്ചത്, അവരെന്താണോ പറഞ്ഞത്, അതാണ് ഇൽമ് എന്ന് പറയുന്നത്. فما كان غير ذلك فليس بعلم. അതല്ലാത്തതൊന്നും ഇൽമല്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ വിശദീകരിച്ചു. എന്താണ് സഹാബത്തിന്റെ വാക്കാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ? ചില ആൾക്കാർ ചോദിക്കും, സഹാബത്ത് മനുഷ്യന്മാരല്ലേ, അവർക്ക് വഹയുണ്ടോ എന്ന് ചോദിക്കും. സഹാബത്തിന്റെ മാർഗം പിന്തുടരണം എന്ന് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വഹയ് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കണം. ആയത്തുകളും ഹദീസുകളും സഹാബത്ത് എങ്ങനെ വ്യാഖ്യാനിച്ചു അങ്ങനെ വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കണം എന്നാര് പറഞ്ഞു? അല്ലാഹു തആല പറഞ്ഞു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദു. നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർക്ക് രക്ഷയില്ല. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിറങ്ങുമ്പോൾ മുമ്പിലുള്ളത് ആരാണ്? സഹാബത്ത. അതുപോലെ തന്നെ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ യത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. ആരാണ് മുഅ്മിനീങ്ങളുടെ മാർഗം വിട്ട് മറ്റൊരു മാർഗം സ്വീകരിക്കുന്നത്, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവൻ തിരിഞ്ഞെടുത്തേക്ക് തന്നെ അവനെ തിരിച്ചുവിടുകയും വനുസ്ലിഹി ജഹന്നം, അവൻ നരകത്തിലിട്ട് കരിക്കുകയും ചെയ്യും. അപ്പൊ അന്ന് ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അല്ലാത്ത മാർഗം എന്ന് പറഞ്ഞാൽ അന്ന് ഏതാണ് മുഅ്മിനീങ്ങളുടെ മാർഗം? ആരാണ് അന്നത്തെ മുഅ്മിനീങ്ങൾ? ആയത്തിറങ്ങുമ്പോൾ സഹാബത്ത്. അപ്പോൾ സഹാബത്തിന്റെ മാർഗം പിന്തുടരണമെന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അതെങ്ങനെയാണ് പിന്തുടരേണ്ടത്? ഒരായത്ത് അവരെങ്ങനെ മനസ്സിലാക്കി, ഹദീസ് അവരെങ്ങനെ മനസ്സിലാക്കി,
ഇനി അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലോ? നേരത്തെ നമ്മൾ പറഞ്ഞു അത് ചില ആൾക്കാർ ന്യായമാക്കും. അവർ രണ്ടഭിപ്രായത്തിലാണ്, അപ്പോൾ നമുക്ക് തോന്നിയത് പറയാം. അങ്ങനെയല്ല. അവർക്ക് രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മൂന്നാമത്തെ അഭിപ്രായം ശരിയാവുകയില്ല എന്നതിൽ അവർ ഏകോപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രണ്ടഭിപ്രായത്തിൽ ഏതാണ് ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചത്, കൂടുതൽ അടുത്തത് എന്ന് പഠിക്കാം എന്ന് മാത്രം. ഇതാണ് സഹാബത്തിനെ പിന്തുടരുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖദ് കാന സുഹ്രി സഹാബത്തിന്റെ അസറുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നു, ഫമാ കാന ഗൈറ ദാലിക ഫലൈസ ബിഇൽം, അവരുടെ ഖൗലല്ലാത്തതൊന്നും ഇൽമല്ല. വകദാ ഖാല ഇമാം അഹ്മദ് വഖാല ഫി താബിഈൻ, ഇമാം അഹ്മദ് ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് സഹാബത്തിന്റെ അസറുകളാണ് ഇൽമ് എന്ന്. എന്നാൽ താബിഈങ്ങളുടെ കാര്യമോ? താബിഈങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. താബിഈങ്ങളുടെ വാക്ക് തെളിവാണോ അല്ലേ എന്ന കാര്യത്തിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൻത മുഖയ്യർ, വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമാം അഹ്മദിന് തന്നെ രണ്ടഭിപ്രായമുണ്ട്, താബിഈങ്ങളുടെ വാക്ക് ഹജ്ജത്താണോ അല്ലേ എന്ന കാര്യത്തിൽ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് താബിഈങ്ങളുടെ വാക്ക് തെളിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്നുൽ ഖയ്യിം ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇത് അവലംബിച്ചതായി കാണാൻ സാധിക്കും. പല മസ്അലകളിലും താബിഈങ്ങളുടെ വാക്ക് തെളിവാക്കിയത് കാണാം. പക്ഷെ എപ്പോഴാണ് താബിഈങ്ങളുടെ വാക്ക് തെളിവാക്കുക? ഒരു മസ്അലയിൽ സഹാബത്തിൻ്റെതായി യാതൊരു അഭിപ്രായവും വന്നിട്ടില്ല. ആകെയുള്ളത് ഏറ്റവും വലിയ തെളിവ് അതിൽ ആയത്തുമില്ല ഹദീസുമില്ല, ആകെയുള്ളത് താബിഈങ്ങളുടെ വാക്കാണ്. അങ്ങനെ ഒരു മസ്അല ഉണ്ടെങ്കിൽ അതിൽ താബിഈങ്ങളുടെ വാക്ക് തെളിവാക്കാം. അത് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, ഉളഹിയത്തിന്റെ കൂടെ അഖീഖ ഇറക്കാൻ പറ്റുമോ, അഖീഖയും ഉളഹിയത്തും കൂടി ഒന്ന് ചേർക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം. ഇമാം അഹ്മദിന് വേറെ ഈ വിഷയത്തിൽ ഖൗലുണ്ട്. പക്ഷേ ഇത് താബിഈങ്ങളുടെ വാക്ക്, അത്വാ റഹിമഹുല്ലാഹ് അഫ്വൻ മറ്റു ചില താബിഈങ്ങളുടെ വാക്കാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഹജ്ജിന്റെ പല മസ്അലകളിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അതാ റഹിമഹുല്ലാഹു തആലയെ തെളിവാക്കിയതായി കാണാം. വകാന സുഹ്രി യക്തുബു ദാലിക്, ഇമാം സുഹ്രി റഹിമഹുല്ലാഹ് താബിഈങ്ങളുടെ വാക്കുകൾ എഴുതാറുണ്ടായിരുന്നു അഥവാ തെളിവാക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഇബ്നു റജബ് പറയുകയാണ്, താബിഈങ്ങളുടെ വാക്ക് തെളിവാണ് എന്ന് പറയുന്നത് കേട്ടിട്ട് അത്ഭുതപ്പെടേണ്ടതില്ല. ഇതാ ഇബ്നു റജബ് സ്വന്തം പറയുന്നു, വഫീ സമാനിനാ യതഅയ്യനു കിതാബതു കലാമി അയിമ്മത്തി സലഫിൽ മുഖ്തദാ ബിഹിം, ഇവരുടെയൊക്കെ വാക്കുകൾ അത് എഴുതി വെക്കേണ്ടതുണ്ട്. എഴുതി വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ചില സന്ദർഭങ്ങളിൽ തെളിവാകും. അവരേകോപിച്ചാൽ അത് തെളിവാണ്. അവർ അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിൽ പുതിയ വാദം കൊണ്ടുവരരുത്. അതിനൊക്കെ വേണ്ടി മുൻഗാമികളായ ഇമാമികളുടെ കൗലുകൾ എഴുതി വെക്കൽ നിർബന്ധമാണ്. ഇലാ സമനി ശാഫിഈ അഹ്മദ് ഇസ്ഹാഖ് അബി ഉബൈദ്, ഇങ്ങനെയുള്ള ഇമാമികളുടെ കാലം വരെ അവരൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഫിഖ്ഹിൽ ആവശ്യമാണ്. വല്യകുനിൽ ഇൻസാനു അലാ ഹദരി മിമ്മ ഹദസ ബഅദഹും, അവർക്ക് ശേഷം ഒരുപാട് പുതിയ അഭിപ്രായങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, മുൻഗാമികൾ ആരും പറയാത്ത അഭിപ്രായങ്ങൾ. فإنه حدث بعدهم حوادث كثيرة وحدث ما انتسب إلى متابعة السنة والحديث. പിൽക്കാലത്ത് ഒരു വിഭാഗം വന്നിട്ടുണ്ട്, അവരാരാണ്? സുന്നത്തിന്റെ ആളുകളാണ്, ഹദീസിന്റെ ആളുകളാണെന്ന് പറയുന്ന ലാഹിരിയത്തി വനഹ്വിഹിം, ലാഹിരികളെ പോലെയുള്ള ആളുകൾ. എന്താണ് ലാഹിരിയാക്കൾ എന്ന് പറഞ്ഞാൽ? ഹദീസിന്റെ ലാഹിറാണ് തെളിവ് എന്ന് പറയുന്ന ആളുകൾ. ഹദീസിന്റെ നേർക്കുനേരെയുള്ള അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് അത് സ്വീകരിക്കുക, അത് മാത്രം ഇങ്ങനെ പറയുന്ന കക്ഷി അവരാണ് ലാഹിരിയത്ത്. ദാവൂദ് ബിൻ അലി അൽ അസ്ഫഹാനി അദ്ദാഹിരി എന്ന് പറയുന്ന പണ്ഡിതനിലേക്ക് ചേർത്തി പറയുന്ന വിഭാഗം. എന്നിട്ട് അവരെ കുറിച്ച് ഇമാം ഇബ്നു റജബ് പറയുകയാണ്, വഹും അശദ്ദു മുഖാലഫതൻ ലഹ, അവർ ഹദീസിന്റെ ആളുകളാണെന്ന് വാദിക്കുന്നു, പക്ഷേ ഹദീസിന്റെ നേരെ എതിരാണ് അവരുടെ വാദങ്ങൾ. ലിശുദൂദിഹി അനിൽ അയിമ്മത്തി വൻഫിറാദിഹി അൻഹും ബിഫഹ്മിൻ യഫഹമുഹു ഔ യഅഖുദു മാ ലം യഅഖുദ് ബിഹി അൽ അയിമ്മത്തു മിൻ ഖബ്ലിഹി, തന്റെ മുൻഗാമികൾ ആരും പറയാത്ത വാദങ്ങൾ ഹദീസ് എടുത്തു വെച്ചിട്ട് പറയും. ഇതാണ് ലാഹിരികളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് പിഴച്ച ഒരു മദ്ഹബാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജർഹ് വതഅദീൽ എന്ന കിതാബിൽ, അതുപോലെ ഇമാം ഷാത്തിബി അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാം എന്നുള്ള കിതാബുകളിലൊക്കെ ഇക്കാര്യം കാണാം. ഇതൊക്കെ തലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട കുറച്ച് സങ്കീർണമായ മസലകളാണ്. ഈ കിതാബിലുള്ളത് കൊണ്ട് വായിക്കുന്നു എന്ന് മാത്രം. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ലാഹിരികളുടെ മദ്ഹബിനെ ആക്ഷേപിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാനുള്ള കാരണം പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് പിന്തുടരണം, സഹാബത്തെ പിന്തുടരണം എന്ന് പറയുമ്പോൾ അതിന്റെ ആളുകൾ ഇവരാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. എന്നിട്ട് അവർ ഫിഖ് പഠിക്കുന്ന ആളുകളെ മദ്ഹബിനെയൊക്കെ കണ്ണടച്ച് ആക്ഷേപിക്കും. യഥാർത്ഥത്തിൽ ഹദീസിന്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തിബാ ചെയ്യേണ്ടത്. ഇനി ഇദ്ദേഹം തുടർന്ന് പറയുകയാണ് വേറെ ചില ദലാലത്തുകൾ പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഫി കലാമിൽ മുതകല്ലിമീന വൽ ഫലാസിഫ,
ഇൽമുൽ കലാം, ഫൽസഫ എന്നൊക്കെ പറയുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞു. അഖീദയുടെ വിഷയത്തിൽ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഗവേഷണങ്ങളാണ് ഇതെല്ലാം, ഫൽസഫയും ഇൽമുൽ കലാമും ഒക്കെ. ചുരുക്കി പറഞ്ഞാൽ ഫശറുൻ മഹൽ, അത് ശുദ്ധ ഷർറ് മാത്രമാണ്, അതിൽ യാതൊരു ഖൈറുമില്ല, പരിപൂർണമായ ഷർറാണ്. വഖല്ല മൻ ദഖല ഫീ ഷൈഇൻ മിൻ ദാലിക ഇല്ലാ വതലത്തഖ ബിബഅദി ഔദാരിഹിം. ഈ പറഞ്ഞ ഇൽമുകളിൽ ആരാണോ പ്രവേശിച്ചത് അവരുടെ മാലിന്യം പുരളാതെ അതിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയില്ല. അപ്പോൾ ഈ സംഗതികളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. ഉണ്ട്. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദീനി വിദ്യാർത്ഥികളും പഠിക്കുന്നത് അഖീദയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഫൽസഫയുടെ കിതാബുകൾ അല്ലെങ്കിൽ ഇൽമുൽ കലാമിന്റെ കിതാബുകളാണ്. യുക്തിവാദികൾക്ക് മറുപടി പറയാനെന്നുള്ള പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ അഖീദ ഉറക്കാൻ തന്നെ ഇൽമുൽ കലാമിന്റെ കിതാബുകൾ പഠിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാട്ടിലെ സുന്നത്തിന്റെ ആളുകൾ എന്ന് സ്വയം വിളിക്കുന്ന ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും. പക്ഷെ സാധാരണക്കാർ പഠിക്കാത്തത് കൊണ്ട് അറിയില്ല എന്ന് മാത്രം. അവരുടെ മതസ്ഥാപനങ്ങളിൽ, ദീനീ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന അഖീദ, അതിനെക്കുറിച്ചാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അവിടെ പറയുന്നത്. ഇമാം അഹ്മദ് പറഞ്ഞു നോക്കൂ, ലാ യഖ്ലു മൻ നദറ ഫിൽ കലാം മിൻ അൻ യതജഹം. ആരാണോ ഈ ഇൽമുൽ കലാമിന്റെ വഴിയിൽ പ്രവേശിക്കുന്നത് അവൻ ജഹ്മിയാകാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിക്കാതിരിക്കുകയില്ല. ഇങ്ങനെയുള്ള ധാരാളം അസറുകൾ മുൻഗാമികൾ പറഞ്ഞത് കാണാം. വഅമ്മ മാ യൂജദു ഫി കലാമി മൻ അഹബ്ബൽ കലാം അൽ മുഹ്ദസ് വത്തബഅ അഹ്ലഹു. ഇനി ഈ ഇൽമുൽ കലാമിന്റെ ആളുകൾ അവരെന്ത് പറയും? തിരിച്ച് അഹ്ലുസുന്നത്തിനെ കുറിച്ച് ഇങ്ങോട്ടെന്ത് പറയും? മിൻ ദമ്മി മൻ ലാ യതവസ്സഉ ഫിൽ ഖുസുമാതി വൽ ജിദാൽ. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള തർക്കങ്ങൾ, യുക്തിവാദികളുമായും മറ്റുള്ള കാഫിറുകളുമായും അഖലിന്റെ അടിസ്ഥാനത്തിൽ, ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ, ഇത്തരം പിഴച്ച കക്ഷികൾക്ക് മറുപടി പറയേണ്ടതില്ല എന്നല്ല, അവരോട് നിർബന്ധിത സാഹചര്യങ്ങളിൽ സംവദിക്കാൻ പാടില്ല എന്നുമല്ല. പക്ഷേ അതിന്റെ മാനദണ്ഡം എന്തായിരിക്കണം? അത് അഖിലായിരിക്കണം. നേരെ മറിച്ച് ഇവർ അഖിൽ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഫിലോസഫിയുടെയും മന്തിഖിന്റെയും ഒക്കെ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള തർക്കങ്ങൾ, അത്തരം തർക്കങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നതുകൊണ്ട് സുന്നത്തിന്റെ ആളുകളെ അവർ ആക്ഷേപിക്കും. ഈ ആക്ഷേപത്തെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? വനിസ്ബത്തുഹു ഇലൽ ജഹൽ, അങ്ങനെ തർക്കിക്കാത്തവരെ ജാഹിലിങ്ങൾ എന്നവർ വിളിക്കും. ഔ ഇലൽ ഹശവ്, അല്ലെങ്കിൽ ഹശവ് എന്ന് പറഞ്ഞാൽ കഴമ്പില്ലാത്ത സംസാരം. അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളുടെ സംസാരം വെറും ഹദീസിന്റെയും ആയത്തിന്റെയും ബാഹ്യമായ അർത്ഥങ്ങൾ, അതുപോലെ ഫിഖിന്റെ മസലകൾ, കഴമ്പുള്ളത് ഇങ്ങനെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ മന്തിഖും ഇൽമുൽ കലാമും ഒക്കെയാണ് എന്നവർ പറയുകയാണെങ്കിൽ അതിന് നമുക്ക് പറയാനുള്ള മറുപടി ഫകുല്ലു ദാലിക മിൻ ഖുത്വാത്തി ശൈത്താൻ നഊദു ബില്ലാഹി മിൻഹു, ഇതൊക്കെ ശൈത്താന്റെ കാലടികൾ മാത്രമാകുന്നു. വമിമ്മ അഹ്ദസ മിനൽ ഉലൂമി വൽ കലാമി ഫിൽ ഉലൂമിൽ ബാത്തിന, അതുപോലെ പിൽക്കാലത്ത് കടന്നുകൂടിയിട്ടുള്ള മറ്റൊരു ബാത്തിലായ ഇൽമാണ് അൽ മആരിഫു വ അഅമാലുൽ ഖുലൂബ് വ തവാബിഉ ദാലിക്. അഅമാലുൽ ഖുലൂബ്, മനസ്സ് നന്നാക്കാനുള്ള മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയമായ സംസ്കരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കടത്തിക്കൂട്ടിയിട്ടുള്ള ഇൽമുണ്ട്. തസവുഫാണ് ഉദ്ദേശിക്കുന്നത്. ബിമുജറദിർ റഅയി വദ്ദൗഖി അവൽ കശ്ഫ്, ഇങ്ങനെ തസ്കിയത്ത് നേടുക, സ്വന്തം നഫ്സിനെ നന്നാക്കുക എന്നുള്ളത് അത് ശർഈയായ ഒരു ലക്ഷ്യമാണ്. ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ അവലംബം എന്തായിരിക്കണം? കിതാബും സുന്നത്തുമായിരിക്കണം, സലഫുസ് സാലിഹീങ്ങളുടെ ഖൗലുകളായിരിക്കണം, അവരുടെ അധ്യാപനങ്ങളായിരിക്കണം. അത് വിട്ടിട്ട് ഓരോരുത്തരും അവനവന് അവരുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൃത്രിമമായി പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള തസവുഫ്, അതിനെക്കുറിച്ചാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. വഫീഹി ഖതറുൻ അദീം, അത് വലിയ അപകടമാകുന്നു. വഖദ് അൻകറഹു അയാനുൽ അഇമ്മ, ഈ ചിന്താഗതികൾ തുടങ്ങിയ കാലത്ത് തന്നെ ഇമാമിങ്ങൾ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ത്വരീഖത്തുകൾ അവരെന്താണ് പറയുക? അവരോട് സംസാരിച്ചാൽ അവർ പറയാം, നിങ്ങൾ ഈ പഠിക്കുന്ന ഇൽമൊക്കെ അത് നാവ് കൊണ്ടുള്ള ഇൽമാണ്, എന്നാൽ ബാത്തിനായ ഇൽമ്, ഖൽബിന്റെ ഇൽമ്, അത് പഠിക്കാൻ നിങ്ങൾക്ക് ഈ കിതാബുകൾ കൊണ്ട് സാധിക്കുകയില്ല. അത് പഠിക്കാൻ ഖുർആന്റെ സുന്നത്തിന്റെ ലാഹിറായ അർത്ഥം നോക്കിയിട്ട് കാര്യമില്ല, അത് പരമ്പരയായി കൈമാറി കിട്ടണം, ഒരു ഷെയ്ഖ് വേണം എന്ന് പറഞ്ഞിട്ട് ഈ ഷെയ്ഖ് പറയുന്ന എന്ത് ബാത്തിലും വിശ്വസിക്കാനുള്ള ലൈസൻസാണ്. അങ്ങനെ അവരുടെ ഈ വാദം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ തെളിവൊന്നുമില്ല, പിന്നെ ആ ഷെയ്ഖ് എന്ത് പറഞ്ഞാലും അന്ധമായി വിശ്വസിക്കലാണ്. അതിനുള്ളൊരു ആമുഖമായിട്ടാണ് അവർ ഈ കാര്യം പറയുന്നത്. തർബിയത്ത് എന്ന് പറഞ്ഞാൽ കിതാബിൽ നിന്ന് കിട്ടുന്നതല്ല, അത് ഷെയ്ഖിൽ നിന്ന് കിട്ടണം, ഷെയ്ഖിന്റെ മുന്നിൽ മുരീദായിട്ടിരിക്കണം എന്ന് പറയും. പിന്നെ ഈ ഷെയ്ഖ് ശുദ്ധമായ കുഫർ പഠിപ്പിക്കുകയും ചെയ്യും, ഘട്ടം ഘട്ടമായി പതുക്കെ പതുക്കെ പേപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ ഇവർ പ്രത്യക്ഷപ്പെട്ട കാലത്ത് തന്നെ ഇന്ന് നാട്ടിലുള്ള ഈ തരീഖത്തിന്റെ സനത് പോയി എവിടെയാണോ എത്തുന്നത്, ആ സനദിന്റെ ഏറ്റവും മുകളിലുള്ള ദലാലത്തിന്റെ ഇമാമിങ്ങൾ, അവരൊക്കെ ജനിച്ച കാലത്ത് തന്നെ അന്നത്തെ ഇമാമിങ്ങൾ, ഉലമാക്കൾ ഈ അപകടത്തെക്കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദും മറ്റു പല ഇമാമിങ്ങളും പറഞ്ഞത് കാണാം. അവർ അൻകറഹു, ഈ തരീഖത്തിനെ അഥവാ കേവലം യുക്തിയും സങ്കല്പങ്ങളും അവലംബിച്ചുകൊണ്ട് സംസ്കരണം ഉണ്ടാക്കാൻ, തസ്കിയത്തുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന
വാദങ്ങളും രീതികളും അതിനെ എതിർത്തിട്ടുണ്ട്. വക്കാൻ അബൂ സുലൈമാൻ ദാറാനി എന്ന് പറയുന്നത് അറിയപ്പെട്ട ഒരു സാഹിദാണ്. ഇങ്ങനെയുള്ള സലഫുകളിൽപ്പെട്ട പല സാഹിദ്യങ്ങളിലേക്കും ചേർത്തിയിട്ടാണ് ഇത്തരം ലലാലത്തിന്റെ കക്ഷികൾ അറിയപ്പെടുക. അവരുടെ സംസാരത്തിൽ അവർ ഇബ്രാഹിം ബിൻ അദ്ഹം പറഞ്ഞു, ഹസൻ ബസ്രി പറഞ്ഞു, അബൂ സുലൈമാൻ ദാറാനി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പലതും പറയും. അത് കേൾക്കുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും? ഇവരൊക്കെ ഇമാമിങ്ങളാണ്, വലിയ ആബിദീങ്ങളാണ്, സാഹിദ്യങ്ങളാണ്, അപ്പോൾ അവരുടെയൊക്കെ മാർഗത്തിലായിരിക്കും ഈ പറയുന്നവനും എന്ന് കരുതും. യഥാർത്ഥത്തിൽ ഇവർ ഉദ്ധരിക്കുന്ന ഈ മുൻഗാമികൾ ഇങ്ങനെ ആയിരുന്നില്ല. അബൂ സുലൈമാൻ ദാറാനി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, ഇന്നഹു ലതമുറു ബി അന്നുക്തതു മിൻ നുക്തിൽ ഖൗം. തസവൂഫിന്റെ ആളുകൾ, തസവൂഫ് എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ആമായ അർത്ഥമുണ്ട്, ഇബാദത്തിൽ കൂടുതൽ മുഴുകുക, മനസ്സിനെ സംസ്കരിക്കാൻ വേണ്ടി കൂടുതൽ അധ്വാനിക്കുക, അതിൽ സാധാരണക്കാരിൽ നിന്ന് കവിഞ്ഞ പരിശ്രമം നടത്തുന്ന ആളുകൾക്ക് തസവൂഫ് എന്ന് പറയും. ഈ അർത്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും ഇമാം ഇബ്നുൽ ഖയ്യിമും ഒക്കെ സൂഫികളെ പുകഴ്ത്തിയതായി അവരുടെ സംസാരത്തിൽ കാണാം. പക്ഷേ ഈ അർത്ഥത്തിലല്ല ഇന്ന് സൂഫി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ ഖുർആന്റെയും സുന്നത്തിന്റെയും തെളിവുകളൊക്കെ ലാഹിറായ ഇൽമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാത്തിനായ ഇൽമ് നമ്മുടെ ശൈഖുമാരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന അങ്ങനെയുള്ള അർത്ഥത്തിൽ അത് തസവൂഫ് എന്നുള്ള വാക്കിന്റെ രണ്ടാമത്തെ പ്രത്യേകമായിട്ടുള്ള ഖാസായിട്ടുള്ള അർത്ഥമാണ്. ഈ അർത്ഥത്തിലുള്ള തസവൂഫ് അത് ഇമാമികളാരും അംഗീകരിക്കുന്നതല്ല. അപ്പൊ ആദ്യം പറഞ്ഞ അർത്ഥത്തിലുള്ള ശരീഅത്ത് അംഗീകരിക്കുന്ന തസവൂഫ്, ഈ തസവൂഫിന്റെ ആളുകൾ അവർ പറയുന്ന വാക്കുകളിലും ചിലപ്പോൾ തെറ്റുകളുണ്ടാകും. കാരണം അവർ ഇൽമിൽ കൂടുതൽ ആഴത്തിൽ പരിശ്രമിക്കാതെ അമലിലും തസ്കിയത്തിലുമാണ് അവരുടെ പരിശ്രമങ്ങൾ. അതുകൊണ്ട് അവരുടെ വാക്കുകളിൽ മനസ്സ് നന്നാക്കാൻ സഹായിക്കുന്ന വലിയ ഉപദേശങ്ങളുണ്ടാകും, അതോടൊപ്പം ചില അബദ്ധങ്ങളും ഉണ്ടാകും. അപ്പൊ അബൂ സുലൈമാൻ ദാറാനി റഹിമഹുല്ലാഹ് അത്തരത്തിലുള്ളൊരു സൂഫിയായിരുന്നു, നല്ല അർത്ഥത്തിലുള്ള മുതസവ്വിഫായിരുന്നു. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ആൾക്കാർ അഥവാ ഇൽമിൽ കൂടുതൽ മുഴുകാതെ എന്നെ പോലെ ഇങ്ങനെ തസവുഫിന്റെ വഴിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾ അവർ പറയുന്ന തരത്തിലുള്ള ചില വാദങ്ങൾ, ചില വാക്കുകൾ, ചില ഉപദേശങ്ങൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തയിൽ കടന്നു വരും. ഇങ്ങനെ പറഞ്ഞാൽ ആളുകളുടെ മനസ്സ് കൂടുതൽ നന്നാകും, ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നമുക്ക് കൂടുതൽ തസ്കിയത്തുണ്ടാകും, ഇങ്ങനെയുള്ള ചില ചിന്തകൾ എന്റെ മനസ്സിൽ വരും. അപ്പൊ ഞാനെന്ത് ചെയ്യും? ഫല അഖ്ബലുഹ, ഞാനത് സ്വീകരിക്കുകയില്ല, ആരോടും അത് പറയുകയില്ല, പുറത്ത് പറയുകയില്ല. ഇല്ലാ ബിഷാഹിദൈനി അദ്ലൈൻ, രണ്ട് സാക്ഷികളില്ലാതെ. അല്ലെ, ചില കാര്യങ്ങൾക്കൊക്കെ രണ്ട് സാക്ഷികൾ വേണം ഇടപാടുകൾക്ക്. അപ്പൊ ഇങ്ങനെ ദീനിന്റെ കാര്യത്തിൽ തസ്കിയത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ഉപദേശം എന്റെ മനസ്സിൽ തോന്നിയാൽ ഞാനത് ഉടനെ സംസാരിക്കുകയില്ല, രണ്ട് സാക്ഷികളുടെ സമ്മതമില്ലാതെ. ആരാണ് രണ്ട് സാക്ഷികൾ? അൽ കിതാബി വസുന്ന, ഖുർആനും സുന്നത്തും. ഖുർആനോട് സുന്നത്തിനോട് യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിലേ ഞാനത് പറയുകയുള്ളൂ. വഖാല അൽ ജുനൈദ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ സുഹദിന്റെയും തസവുഫിന്റെയും ആളുകൾ എന്ന് പറയുന്നവർ ധാരാളമായി ചേർത്തി പറയുന്ന, തങ്ങളുടെ ഇമാമിങ്ങൾ എന്ന് പറയുന്ന ഉദ്ധരിക്കുന്ന ഒരാളാണ് അൽ ജുനൈദ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുമായിരുന്നു, ഇൽമുനാ ഹാദാ, നമ്മുടെ ഈ ഇൽമ് തസവൂഫ് എന്ന് പറയുന്നത് മുഖയ്യദുൻ ബിൽ കിതാബി വസ്സുന്ന, ഖുർആന്റെയും സുന്നത്തിന്റെയും കീഴിലാണുള്ളത്. ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നത് മാത്രമേ നമ്മുടെ ഇൽമിൽ ശരിയായിട്ടുള്ളൂ. മൻ ലം യഖ്റഅൽ ഖുർആൻ വയക്തുബുൽ ഹദീസ്, ആരാണോ ഖുർആനും ഹദീസും പഠിക്കാത്തത്, ലാ യുഖ്തദാ ബിഹി ഫി ഇൽമിനാ ഹാദാ, ഈ തസവുഫിന്റെ ഇൽമിൽ അവനെ അംഗീകരിക്കുകയില്ല. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ തസവുഫിന്റെ ആളുകളായി അറിയപ്പെടുന്നുണ്ട്, പക്ഷെ അവർ സ്വീകാര്യരല്ല. വഖദ് ഇത്തസഅ അൽ ഖറഖു ഫി ഹാദൽ ബാബ്, ഈ വിഷയത്തിൽ അഥവാ തസ്കിയത്തിന്റെ കാര്യത്തിൽ വിടവ്, അതിലുണ്ടായിട്ടുള്ള പഴുതുകൾ അത് വലുതായി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്ത, ഇതിന്റെ യഥാർത്ഥ ആളുകളല്ലാത്ത പല വ്യാജന്മാരും ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. വദഖല ഫീഹി ഖൗമുൻ, കുറേ ആളുകൾ ഈ തസ്കിയത്തിന്റെയും തസവുഫിന്റെയും പേരിൽ അറിയപ്പെട്ട് നടക്കുന്നുണ്ട്. ഇല അൻവാ, ഈ തസവുഫിൽ നിന്ന് അവർ പഴച്ചുപോയിട്ടുണ്ട്. ഇല അൻവാ സന്തഖത്തി വൻ നിഫാഖ്, സന്തഖത്തിലേക്ക്, നിഫാഖിലേക്ക്, കുഫറിലേക്ക് എത്തിയിട്ടുണ്ട്. വദഅവ, അവർ വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അന്ന ഔലിയ അല്ലാഹി അഫ്ളലു മിനൽ അംബിയാ, അംബിയാക്കളെക്കാളും അഫ്ളലാണ് ഔലിയാക്കന്മാർ എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഔ അന്നഹും മുസ്തഗ്നൂന അൻഹും, അല്ലെങ്കിൽ അംബിയാക്കളുടെ ആവശ്യം നമുക്കില്ല എന്ന് പറയുന്നിടത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ശരീഅത്ത് നമുക്ക് ബാധകമല്ല, വലിയന് ശരീഅത്ത് ബാധകമല്ല എന്ന് പറയുന്ന ആളുകൾ, നമസ്കരിക്കാത്ത ഔലിയാക്കൾ, നോമ്പ് നോൽക്കാത്ത ഔലിയാക്കൾ, നോമ്പ് നോറ്റ ആളുകളെ പിടിച്ച് നോമ്പ് മുറിപ്പിക്കുന്ന വലിയ. എന്താണ് അവരിങ്ങനെ ചെയ്യാൻ കാരണം? ശരീഅത്ത് അത് ഈ വലിയന് ബാധകമല്ല എന്നാണ് അവർ വാദിക്കുന്നത്. വഇലാ ദഅവൽ ഹുലൂൽ വൽ ഇത്തിഹാദ്, തൂണിലും തുരുമ്പിലും അള്ളാഹുവിന്റെ അംശമുണ്ട് എന്ന് പറയുന്ന വാദം, അദ്വൈതവാദം, അത് പറഞ്ഞു നടക്കുന്ന തസവുഫിന്റെ ആളുകളുണ്ട്. വഗൈരി ദാലിക മിൻ ഉസൂലിൽ കുഫ്രി വൽ ഫുസൂഖി വൽ ഇസ്യാൻ, ഇതുപോലെയുള്ള കണക്കില്ലാത്ത കുഫറിന്റെയും പാപങ്ങളുടെയും ഉസൂലുകൾ കൊണ്ട് നടക്കുന്ന കക്ഷികൾ തസവുഫിന്റെ പേരിൽ നടക്കുന്നുണ്ട്. വഹില്ലി മഹ്ദൂറാത്തി ശറായ, ശരീഅത്ത് ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ
എല്ലാം ചെയ്യാം എന്ന് അനുവദിക്കുന്ന ആളുകൾ. അങ്ങനെയാണ് ഇന്നും ഇത്തരം ആളുകളെ കാണാൻ സാധിക്കും. അവരുടെ തരീഖത്തിൽ ബൈഅത്ത് ചെയ്താൽ ആദ്യം അവർ ദിക്റുകൾ പറഞ്ഞു കൊടുക്കും. ഔറാദ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇത്ര ദിക്റുകൾ ചൊല്ലുക. പതുക്കെ ഇവരുടെ തരീഖത്തിൽ മുകളിലേക്ക് പോയാൽ അവസാനം പിന്നെ ഫന ആണ്, അള്ളാഹു ലയിച്ചു കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. പിന്നെ അയാൾക്ക് എന്തും ചെയ്യാം. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള വിഗ്രഹാരാധകരുടെ വിശ്വാസമാണ്. അതേ വിശ്വാസം ഇസ്ലാമിന്റെ ഒരു മേമ്പൊടി ചേർത്ത് പഠിപ്പിക്കുന്ന ആളുകളെ കാണാം. അത്തരക്കാരെ കുറിച്ചാണ് ഇബ്നു റജബ് റഹിമഹുല്ലാ ഇവിടെ പറയുന്നത്. ഇതൊന്നും ഇൽമല്ല, ഇതൊന്നും ഇൽമ് എന്ന് പറയാൻ തന്നെ സാധിക്കുകയില്ല. ഇവർ ഈ പേരും പറഞ്ഞ് ഒരുപാട് ബാത്തിലുകൾ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ഇൽമ് എന്ന് പറഞ്ഞുകൊണ്ട് പലതും ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഇനി തുടർന്ന് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. ഇത്തരം ആളുകൾ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അവര് ഡാൻസ്, അതുപോലെ സംഗീതം, ഇതൊക്കെ തസ്കിയത്തിന്റെ പേരിൽ പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. സൂഫി സംഗീതം എന്ന് പറഞ്ഞുകൊണ്ട് സംഗീതം പഠിപ്പിക്കുന്നു. അല്ലെ, അള്ളാഹു പ്രോത്സാഹിപ്പിച്ച നിർബന്ധമാക്കിയ ശരീഅത്തിന്റെ ഇൽമ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവരെന്താ പറയാ, ബാത്തിനായ ഇൽമാണ് വേണ്ടത്, ലാഹിറായ ഇൽമിൽ കാര്യമില്ല. ഖുറാന്റെയും ഹദീസിന്റെയും ഈ ലഫ്ളുകൾ, പദങ്ങൾ പഠിച്ചിട്ടൊരു കാര്യവുമില്ല. അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇൽമാണ് പ്രധാനം. അതിന് ഷെയ്ഖ് പഠിപ്പിക്കണം, ഷെയ്ഖിന് ബൈഅത്ത് ചെയ്യണം. എന്നാൽ മ്യൂസിക്കോ ഇവരുടെ ഡാൻസോ അത് കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെ അള്ളാഹു പ്രോത്സാഹിപ്പിച്ച വാജിബാക്കിയ ഇൽമ ഉപേക്ഷിച്ചിട്ട് ഇവര് ഹറാമായ കാര്യങ്ങൾ ഇൽമ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നു. അത് ബനു ഇസ്രായേലിലെ യഹൂദികളുടെ അവസ്ഥയാണ്. അവരെന്ത് ചെയ്തു? അവര് കിതാബ് വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹു വഹയായി ഇറക്കിയ വേദഗ്രന്ഥങ്ങൾ ഉപേക്ഷിച്ചിട്ട് എന്താ ചെയ്തത്? വത്തബുമാത്തുൽ ഷയാത്തീനു, അവർ പിശാചുക്കൾ പഠിപ്പിക്കുന്ന സിഹർ. അവർ സിഹർ പഠിക്കാൻ തുടങ്ങി. ഇതുപോലെയാണ് ഈ കൂട്ടരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഷെയ്ഖ് പിന്നീട് വിശദീകരിച്ചിട്ടുള്ളത്. വമൻ വഖഫ അലാ ഹാദാ, ഈ കാര്യം ഒരാൾ മനസ്സിലാക്കിയാൽ, അഥവാ യഥാർത്ഥ ഇൽമ് എന്താണ്, ഉപകാരമുള്ള ഇൽമ് എന്താണ്, ഇല്ലാത്തത് എന്താണ് എന്നൊരാൾ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ, വഅഖ്ലസൽ ഖസ്ദ ഫീഹി ലിവജ്ഹില്ലാഹ്, എന്നിട്ട് ശരിയായ ഇൽമ് പഠിക്കാൻ വേണ്ടി ഇഖ്ലാസോടുകൂടി പുറപ്പെട്ടത് ആരാണ്? വസ്തആന അലൈഹി, അല്ലാഹുവിനോട് സഹായം തേടുകയും ചെയ്തു. അങ്ങനെ ചെയ്താൽ ഈ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. മൂന്ന് കാര്യങ്ങൾ എന്ന് പറയാം. ഒന്ന്, യഥാർത്ഥത്തിലുള്ള ഇൽമ് പഠിക്കണം. ആളുകൾ ഇൽമ് എന്ന് പറയുന്ന കുറെ ദലാലത്തുകൾ വിശദീകരിച്ചു, അതൊന്നുമല്ല. അതൊക്കെ വിട്ട് ഖുർആനും സുന്നത്തും അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ, വസീലകളായിട്ടുള്ള ഇൽമുകളും ആരാണോ പഠിക്കാൻ തീരുമാനിച്ചത്, അതിൽ ആരാണോ ഇഖ്ലാസ് കാണിച്ചത്, അള്ളാഹിന്റെ വജ്ഹിന് വേണ്ടി പഠിക്കണം. പ്രശസ്തിക്ക് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, ആളുകൾ തന്നെ ബഹുമാനിക്കാൻ വേണ്ടിയല്ല, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കുകയും ചെയ്തു. വസ്തആന അലൈഹി, അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്തു. ഞാൻ എന്റെ കഴിവുകൊണ്ട് പഠിക്കും, ഞാൻ നല്ല ഓർമ്മശക്തിയുള്ളവനാണ് എന്ന് കരുതിക്കൊണ്ടല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് പുറപ്പെട്ടാൽ അആനഹു വഹദാഹു വവഫഖഹു വസദ്ദദഹു വഫഹമഹു വഅൽഹമഹു, അള്ളാഹു അവനെ സഹായിക്കും, അവൻ തൗഫീഖ് ചെയ്യും, അവന് ഫഹ്മ്, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് നൽകും. ഇൽഹാം എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സന്ദർഭാനുസരണം അള്ളാഹു അവന്റെ മനസ്സിലൊരു തോന്നലുണ്ടാക്കും. അങ്ങനെ അള്ളാഹു അവനെ വഴി കാണിക്കും. വഹീന ഇദിൻ യുസ്മിറു ലഹു ഹാദൽ ഇൽമു സമറതഹുൽ ഖാസത ബിഹി, ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരിയായ ഇൽമാണ് പഠിക്കുന്നത്, ഇഖ്ലാസോടെയാണ് പഠിക്കുന്നത്, അള്ളാഹുവിനോട് അതിൽ സഹായം തേടുന്നു. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇൽമിന്റെ ഫലം പുറത്തേക്ക് വരും. എന്താണ് ഇൽമിന്റെ ഫലം എന്ന് പറയുന്നത്? വഹിയ ഖശ്യത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭയം, ഖശ്യത്ത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, കമാ ഖാല അസ്സ വജൽ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. ഖാല ഇബ്നു മസ്ഊദ് വഗൈറുഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറ്റു പല സലഫുകളും പറഞ്ഞത് കാണാം. കഫാ ബി ഖശ്യത്തില്ലാഹി ഇൽമൻ വകഫാ ബിൽ ഇഗ്തിറാരി ബില്ലാഹി ജഹ്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, ഖശ്യത്ത് എന്നത് മതി ഇൽമായിട്ട്. അതാണ് ഇൽമ് എന്ന് പറയുന്നത്. വകഫാ ബിൽ ഇഗ്തിറാരി ബില്ലാഹി ജഹ്ല, അള്ളാഹുവിന്റെ കാര്യത്തിൽ വഞ്ചിതനാവുക, അതാണ് പേടിയില്ലാതെ, അള്ളാഹു ഉണ്ട് എന്ന ബോധമില്ലാതെ ജീവിക്കുക, അത് മതി ജഹലായിട്ട്. അതുള്ളവൻ ജാഹിലാണ്, അത്ര ഇൽമവനുണ്ടെങ്കിലും. വഖാല ബഅദു സലഫ്, ചില സലഫുകൾ പറഞ്ഞു, ലൈസൽ ഇൽമു ബികസ്റത്തി റിവായ, ഇൽമെന്ന് പറയുന്നത് ധാരാളം റിവായത്ത് ചെയ്യുക എന്നുള്ളതല്ല, കുറെ സംസാരിക്കുക എന്നുള്ളതല്ല. വലാകിന്നൽ ഇൽമ അൽ ഖശ്യ, ഇൽമെന്ന് പറയുന്നത് ഖശ്യത്താണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്, ഭയഭക്തിയാണ്. വഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, മൻ ഖശ്യ അല്ലാഹ ഫഹു ആലിം, ആരാണോ അള്ളാഹുവിനെ പേടിച്ചത് അവൻ ആലിമാണ്. വമൻ അസാഹു ഫഹുവ ജാഹിൽ, ആരാണോ അള്ളാഹുവിനെ ധിക്കരിച്ചത് അവൻ ജാഹിലാണ്. വകലാമുഹും ഫി ഹാദൽ മഅന കസീറുൻ ജിദ്ദൻ, മുൻഗാമികൾ ഇത്തരത്തിൽ പറഞ്ഞ ധാരാളം വാക്കുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇബ്നു റജബിന്റെ ഈ സംസാരം തെറ്റായി ചില ആളുകൾ മനസ്സിലാക്കും. എന്താണത്?
ഇൽമു പഠിക്കുക എന്നതിലല്ല കാര്യം, അള്ളാഹിനെ പേടി ഉണ്ടാവുക എന്നതാണ് കാര്യം. അതുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകി ദിക്റും മറ്റുള്ള അമലുകളും വർദ്ധിപ്പിച്ച് ഇൽമു പഠിക്കുന്നത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, അള്ളാഹിനെ പേടി ഉണ്ടായാൽ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ അത് തന്നെയാണ് ഇൽമു എന്നതല്ല ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അവിടെ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഇൽമു വേണം, അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്ത് വേണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്ത് ഇല്ലാത്തവന് ഇൽമു കൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഇക്കാര്യം പറയുന്നത്. അതല്ലാതെ നമ്മുടെ മുന്നിൽ രണ്ടുപേരുണ്ട് എന്ന് വിചാരിക്കുക. ഒരാൾക്ക് നല്ല ഇൽമുണ്ട്, മറ്റേ ആൾക്ക് ഇൽമു കുറവാണ്, ഇയാളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പക്ഷേ ഖശിയത്തിന്റെ കാര്യത്തിൽ, ഖുശൂഇന്റെ കാര്യത്തിൽ, ഇബാദത്തുകളുടെ കാര്യത്തിൽ ആദ്യത്തെ ആളെക്കാൾ ഒരുപാട് മുകളിലാണ്. ഇതിൽ ആരാണ് കൂടുതൽ ആലിമായിട്ടുള്ളത്? ആദ്യത്തെ ആൾ തന്നെയാണ്. ഇവർ തമ്മിൽ വേർതിരിക്കാനല്ല ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഇക്കാര്യം പറയുന്നത്. ശർഈയായ ഇൽമു തന്നെയാണ് അടിസ്ഥാനം. പക്ഷേ അതോടൊപ്പം ഖശിയത്ത് ഉണ്ടാകണം, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകണം എന്നത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. വസബബു ദാലിക, കാരണം അഥവാ ഖശിയത്ത് ഇല്ലാത്ത ഇൽമു ഉപകരിക്കുകയില്ല എന്ന് പറയാനുള്ള കാരണം അന്ന ഹാദൽ ഇൽമ നാഫിഅ യദുല്ലു അലാ അംറൈൻ. നാഫിആയ ഇൽമു, ഒരാൾ പഠിക്കുന്ന ഇൽമു നാഫിഅ ആണെങ്കിൽ ഖുർആനും സുന്നത്തും പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവന്റെ മുന്നിൽ അവൻ കാണും, രണ്ട് കാര്യങ്ങൾ അവൻ അറിയും. എന്തൊക്കെയാണത്? അഹദുഹുമാ അലാ മഅരിഫത്തില്ലാഹി വമാ യസ്തഹിഖുഹു മിനൽ അസ്മാഇൽ ഹുസ്ന വസ്സിഫാത്തുൽ ഉല വൽ അഫ്ആലിൽ ബാഹിറ. അല്ലാഹുവിന്റെ അസ്മാ വസ്സിഫാത്ത്, അല്ലാഹു ആരാണ് എന്നറിയും. ഇൽമു പഠിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഏതൊരു ഇൽമിന്റെ മജ്ലിസിൽ സദസ്സിലിരുന്നാലും, ഏതൊരു ഇൽമിന്റെ കിതാബ് നാഫിആയ ഇൽമാണെങ്കിൽ ഏതൊരു കിതാബ് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമായിരിക്കും, അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്ത്, അള്ളാഹുവിന്റെ പ്രവൃത്തികൾ. അല്ലെ, ഇപ്പോൾ ഒരാൾ കേട്ടത് സീറയാണെന്ന് വിചാരിക്കുക, വിശ്വാസങ്ങളുടെ ചരിത്രം. അപ്പൊ സീറയിൽ എന്താണ് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അവന്റെ ഔലിയാക്കളെ സഹായിക്കുന്നത്, എങ്ങനെയാണ് അവന്റെ ശത്രുക്കളെ അവൻ പരാജയപ്പെടുത്തുന്നത്. ഇതാണ് സീറയുടെ ചുരുക്കം. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ഫഅലാണ് അവിടെ കണ്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയുള്ള ഫലം എന്താണ്? ഇൽമ് രണ്ടായി വേർതിരിക്കാമെന്നാണ് ഇബ്നു റജബ് പറയുന്നത്. ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ്. അള്ളാഹുവിനെ കുറിച്ച് ഇൽമുണ്ടായാൽ വദാലിക യസ്തൽസിമു ഇജ്ലാലഹു വഇഅദാമഹു വഖശ്യതഹു വമഹാബതഹു വമഹബ്ബതഹു വറജാഅഹു വതവക്കുല അലൈഹി വറിദാ ബിഖളാഇഹി വസ്സബ്ര അലാ ബലാഇഹി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അള്ളാഹിനോട് സ്നേഹമുണ്ടാകും, അവനെക്കുറിച്ച് ഭയമുണ്ടാകും, അള്ളാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷയുണ്ടാകും, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ സബ്ർ മനസ്സിൽ തോന്നും. ഇതൊക്കെ ഉണ്ടാകും അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ. വൽ അംറു ഥാനി, രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? രണ്ടാമത്തെ ഇനം അൽ മഅരിഫത്തു ബിമാ യുഹിബ്ബുഹു വയർദാഹു വമാ യക്റഹുഹു വയസ്ഖതുഹു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അള്ളാഹു വെറുക്കുന്ന, കോപിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? മിനൽ ഇഅ്തിഖാദാത്ത് വൽ അഅമാൽ. അത് വിശ്വാസങ്ങളാവാം, പ്രവൃത്തികളാവാം. ഇതിലൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ളതെന്ത്, വെറുപ്പുള്ളതെന്ത്? ഇബാദത്തുകൾ, വിശ്വാസകാര്യങ്ങൾ, അഖ്ലാഖ്, ഇങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതെന്ത്, വെറുപ്പുള്ളതെന്ത്? ഈ രണ്ട് കോളങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റും നമ്മൾ പഠിക്കുന്ന എല്ലാ ഇൽമും. ഏതൊരു ദർസ് നമ്മൾ കേട്ടാലും ആ ദർസ് പകുതിയാക്കി ഈ രണ്ട് കള്ളിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഫയൂജിബു ദാലിക. അപ്പോൾ ഇൽമു പഠിച്ച ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് അറിയും, അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് അറിയും. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഖശ്യത്ത് ഉണ്ടാകും. ഇങ്ങനെയുള്ള റബ്ബിനെ ഞാൻ ഇത്ര പേടിച്ചാൽ പോരല്ലോ എന്ന ചിന്തയുണ്ടാകും. അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവന്റെ അഹ്കാമുകൾ മനസ്സിലാക്കിയാൽ എന്തുണ്ടാകും? ഫയൂജിബു ദാലിക ലിമൻ അലിമഹു അൽ മുസാറഅത ഇലാ മാ ഫീഹി മഹബ്ബത്തുല്ലാഹി വറിദാഹു വത്തബാഉദു അമ്മാ യക്റഹുഹു വയസ്ഖതുഹു. അള്ളാഹ്ക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയാൽ അത് ചെയ്യാനുള്ള അതിയായ താല്പര്യമുണ്ടാകും. അള്ളാഹു ഇന്നാലിന്റെ കാര്യങ്ങൾ വെറുപ്പാണെന്ന് മനസ്സിലാക്കിയാൽ അത് ഉപേക്ഷിക്കാൻ അവന്റെ മനസ്സിൽ താല്പര്യമുണ്ടാകും. ഫഇദാ അസ്മറൽ ഇൽമു ലിസാഹിബിഹി ഹാദാ, ഈ ഒരു സമറത്ത്, ഫലം ഒരാൾക്കുണ്ടായാൽ, അഥവാ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവനെ കുറിച്ച് പേടിയുണ്ടായി, അള്ളാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളും മനസ്സിലാക്കി അത് ചെയ്യാൻ മനസ്സിൽ തോന്നലുണ്ടായി. ഫഹുവ ഇൽമുൻ നാഫിഅ, അതാണ് നാഫിആയ ഇൽമു. ഫമതാ കാന അൽ ഇൽമു നാഫിഅൻ വവഖറ ഫിൽ ഖൽബ് ഫഖദ് ഖശഅ അൽ ഖൽബു ലില്ലാഹി വൻകസറ ലഹു. അങ്ങനെ ഒരാൾക്ക് മനസ്സിൽ ഇൽമിന്റെ ഫലമായ ഖുശൂ ഉണ്ടായാൽ, വദല്ല ഹൈബത്ത്, അങ്ങനെ നാഫിയായ ഇൽമു ഒരാളുടെ കൽബിലുണ്ടായാൽ അവന്റെ കൽബിൽ ഖുശൂ ഉണ്ടാകും. വദല്ല ഹൈബത്തൻ വഇജ്ലാലൻ വഖശ്യതൻ വമഹബ്ബതൻ വതഅദീമൻ, അല്ലാഹുവിന്റെ മുന്നിൽ അവൻ സ്നേഹത്തോടെ താഴ്മ കാണിക്കും. ഇങ്ങനെ ഖുശൂ ഉണ്ടായാൽ, ഇപ്പോൾ ഇൽമുണ്ടായി, ഇൽമിന്റെ ഫലമായി കൽബിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഖശ്യത്തും മഹബ്ബത്തും ഖുശൂവും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായാൽ
ഖനിഅത്തി നഫ്സു ബിയസീരിൽ ഹലാലി മിനദ് ദുനിയ, ദുനിയാവിന്റെ വിഭവങ്ങൾ ഹലാലായ മാർഗത്തിൽ എന്താണോ കിട്ടുന്നത് അതിൽ മനസ്സ് തൃപ്തിപ്പെടും. വശബിഅത് ബിഹി, അതുകൊണ്ട് അവന് വയറു നിറയും. ഫഔജബ ലഹാ ദാലികൽ ഖനാഅത വസ്സുഹദ ഫിദ് ദുനിയ, അവന് ദുനിയാവിൽ സുഹദ് ഉണ്ടാകും. وكل ما هو فان لا يبقى من المال والجاه وفضول العيش الذي ينقص به حظ صاحبه عند الله من نعيم الآخرة وإن كان كريما على الله كما قال ذلك ابن عمر وغيره من السلف وروي مرفوعا. അവൻ ദുനിയാവും അതുപോലെ ദുനിയാവിന്റെ വിഭവങ്ങളും ആഖിറത്തിൽ തനിക്ക് ഓഹരി കുറച്ചു കളയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അഥവാ ദുനിയാവിൽ തിരക്കിലായാൽ, ദുനിയാവിൽ മുഴുകിയാൽ ആഖിറത്തിൽ തന്റെ ഓഹരി കുറഞ്ഞു പോകും. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരാൾക്ക് സുഹുദ് ഉണ്ടാകും. ഇവിടെ സുഹുദിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ നേരത്തെ വസിയത്ത് സുഗ്റ വായിച്ചപ്പോൾ പറഞ്ഞു, സുഹുദ് എന്ന് പറയുന്നത് ഖൽബ് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് ശരീരം കൊണ്ട് ചെയ്യുന്നതല്ല, സമ്പത്തിന്റെ അളവിനനുസരിച്ചല്ല. ഖൽബിൽ ദുനിയാവിന് സ്ഥാനം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. وأوجب ذلك أن يكون بين العبد وبين ربه عز وجل معرفة خاصة. ഇങ്ങനെ ആയാൽ, നാഫിയായ ഇൽമുണ്ടായി അതിന്റെ ഫലങ്ങളായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ, ദുനിയാവിൽ സുഹുദ്, മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഖുശൂ, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവും ഈ അടിമയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ടാകും. മറ്റുള്ള മനുഷ്യരുമായി ഉള്ളതല്ലാത്ത മറ്റൊരു ബന്ധം അള്ളാഹുവും ഈ അടിമയും തമ്മിൽ ഉണ്ടാകും. ഫൈൻ സഅലഹു അഅതാഹ്, അങ്ങനെ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നത് അള്ളാഹു കൊടുക്കും. വഇൻ ദഅാഹു അജാബ, അവൻ പ്രാർത്ഥിച്ചത് അള്ളാഹു സ്വീകരിക്കും, ഉത്തരം ചെയ്യും. കമാ ഖാല ഫിൽ ഹദീസിൽ ഇലാഹി, ഖുദ്സിയായ ഹദീസിൽ വന്നതുപോലെ മുൻഗാമികൾ ഖുദ്സിയായ ഹദീസിന് അൽ ഹദീസുൽ ഇലാഹി എന്നാണ് പറയുക. ഖുദ്സി എന്ന് പറയുന്നത് പിന്നീടുണ്ടായതാണ്. മുൻകാലക്കാരായ പണ്ഡിതന്മാർ അൽ ഹദീസുൽ ഇലാഹി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഹദീസിൽ വന്നതുപോലെ, എന്താണ് ഹദീസിൽ വന്നിട്ടുള്ളത്? സഹീഹ് ബുഖാരിയിലുള്ള ഹദീസുൽ വലി എന്നറിയപ്പെടുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, നാഫിലത്തായിട്ടുള്ള സുന്നത്തായിട്ടുള്ള അമലുകൾ ചെയ്ത് ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബ, അങ്ങനെ എന്നോട് അടുത്താൽ ഞാൻ അവനെ ഇഷ്ടപ്പെടും. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് എണ്ണി പറഞ്ഞു. അതിലൊന്ന് ഫല ഇൻ സഅലനി ലഉതിയന്ന വല ഇൻ ഇസ്തഅദനി ലഉഇദന്ന, അവൻ ചോദിക്കുന്നത് ഞാൻ നൽകും. അതുപോലെ തന്നെ വഫി വസിയത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത വസിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അഥവാ അല്ലാഹുവിനെ അനുസരിച്ചാൽ, അവന്റെ കൽപ്പനകൾ പാലിച്ചാൽ, യഹ്ഫദ്ക, അല്ലാഹു നിന്നെയും സംരക്ഷിക്കും. അപ്പൊ അല്ലാഹുവിന്റെ സംരക്ഷണമാണ് ദുആക്ക് ഉത്തരം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേകമായ ഒരു ബന്ധം, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാകും നാഫിയായ ഇൽമു ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ. ഫശ്ശഅനു ഫീ അന്നൽ അബ്ദ യകൂനു ബൈനഹു വബൈന റബ്ബിഹി മഅരിഫത്തുൻ ഖാസ്സത്തുൻ ബിഖൽബിഹി. അപ്പൊ അള്ളാഹുവുമായി ഖൽബ് കൊണ്ട് ഒരു പ്രത്യേക ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്, വലിയൊരു സ്ഥാനമാണ്. ബിഹൈസു യജിദുഹു ഖരീബൻ മിൻഹു, അങ്ങനെയായാൽ അള്ളാഹു തന്റെ അടുത്തുള്ളതായി അവൻ തോന്നും. ഈ അവസ്ഥയിലുള്ള ഒരു അടിമക്ക് തോന്നും. യസ്തഅനിസു ബിഹി ഫി ഖൽവതിഹി, ഒറ്റക്കാകുമ്പോൾ അവന് അള്ളാഹുവിനെ കൊണ്ട് ഇണക്കമുണ്ടാകും, ഉൻസുണ്ടാകും. എന്താണ് ഉൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ബോറടി, ഒരു ഏകാന്തത കൊണ്ടുണ്ടാകുന്ന വിഷമം, അതിന്റെ വിപരീതമാണ് ഉൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അടുത്തുണ്ടാകുമ്പോൾ ഒരു സമാധാനം, അത് അള്ളാഹുവിനെ കൊണ്ട് കിട്ടും. വയജിദു ഹലാവത ദിക്രിഹി, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ മധുരം അനുഭവിക്കും. വദുആഇഹി വമനാജാതിഹി വഖിദ്മതിഹി, അള്ളാഹുവിനെ ഓർക്കുക, അവനോട് ദുആ ചെയ്യുക, അവന് ഖിദ്മത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മധുരം അനുഭവപ്പെടും. വലാ യജുദു ദാലിക ഇല്ലാ മൻ അതാഅഹു ഫി സിർരിഹി വഅലാനിയതിഹി, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ അനുസരിച്ചവനെ ഈ അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അല്ലെ, നമ്മൾ അനുസരിക്കാത്ത ഒരാളെ നമ്മൾ അനുസരിക്കുന്നില്ല, അയാളുടെ ഇഷ്ടങ്ങൾ നമ്മൾ പരിഗണിക്കുന്നില്ല, അങ്ങനെ ഒരാൾ, നമ്മളെക്കാളും ഉയർന്ന ഒരാൾ, അയാളെ ധിക്കരിച്ചാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരാളുമായി നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ സാധിക്കുമോ? പ്രയാസമായിരിക്കും. നമ്മുടെ വാപ്പ പറയുന്നത് നേരെ എതിരാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഉപ്പയുമായിട്ട് നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ വിഷമം, പ്രയാസമായിരിക്കും. അള്ളാഹു തആല അവനെ അനുസരിക്കുന്നവർക്ക് മാത്രമേ ഈ അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അവന് ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവും താനും ഒറ്റക്കാകുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകും. അത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കമാ ഖീല ലി വഹൈബ് ഇബ്നു അൽ-വർദ് റഹിമഹുല്ലാഹ്, വഹൈബ് ഇബ്നു അൽ-വർദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, യജിദു ഹലാവത തഅതി മൻ അസാ, പാപം ചെയ്യുന്നവർക്ക് ഇബാദത്തുകൾ ആസ്വദിക്കാൻ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ലാ, സാധിക്കുകയില്ല. വലാ മൻ ഹമ്മ, പാപം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചവന് പോലും സാധിക്കുകയില്ല. ഈ പറഞ്ഞത് ഇത് കുറച്ച് അതിശയോക്തിപരമാണ്. കാരണം പാപം ചെയ്യാൻ ചിന്തിക്കുക എന്നുള്ളത് ഏത് മനുഷ്യനും സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ മാസിയത്തുകൾ ചെയ്ത് തൗബ ചെയ്യാതെ, പ്രത്യേകിച്ച് വൻപാപങ്ങൾ തുടർന്നു പോകുന്ന ആളുകളുടെ കാര്യത്തിൽ ഈ പറഞ്ഞത് ശരിയാണ്. അവർക്ക് ഇബാദത്തുകൾ ആസ്വദിക്കാൻ സാധിക്കുകയില്ല. വമത വജദ അൽ അബ്ദു ഹാദാ ഫഖദ് അറഫ റബ്ബഹു,
ഒരടിമ ഈ അവസ്ഥയിലെത്തിയാൽ അവൻ തന്റെ റബ്ബിനെ അറിഞ്ഞു എന്ന് പറയാം. തന്റെയും റബ്ബിന്റെയും ഇടയിൽ ഒരു പ്രത്യേക പരിചയം, അറിവ്, പ്രത്യേകമായ ഒരു ബന്ധം ഉണ്ടായി. ഫൈദാ സഅലഹു അതാ, അവൻ ചോദിച്ചവർക്ക് അവനോട് ചോദിച്ചാൽ അള്ളാഹു അവന് കൊടുക്കും. അങ്ങനെ ആയാൽ വൈദാ ദഅാഹു അജാബഹു, പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യും. കമാ ഖാലത് ശഅവാന ലി ഫുദൈൽ ഇബ്നു ഇയാദിനോട് ഒരു സഹോദരി ചോദിച്ചു, അമാ ബൈനക വബൈന റബ്ബിക മാ ഇദാ ദഅൗതഹു അജാബ്. സുഫിയാൻ ഫുദൈൽ ഇബ്നു ഇയാദ് താബിഇയാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ചോദ്യം വന്നു, നിനക്ക് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ഒരു ബന്ധം നീയും റബ്ബും തമ്മിലുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഫഗൂഷിയ അലൈഹി, ആ ചോദ്യം കേട്ടപ്പോൾ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ ബോധം കെട്ടുപോയി എന്ന് അദ്ദേഹത്തിന്റെ സീറയിൽ വന്നിട്ടുണ്ടെന്നാണ് ഇബ്നു റജബ് റഹിമഹുല്ലാ പറയുന്നത്. വൽ അബ്ദു ലാ യസാലു യഖഉ ഫീ ശദാഇദ വഖുറബിൻ ഫി ദുനിയ. അല്ലേ, അല്ലാഹുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം അതെത്ര ആവശ്യമാണ് നമുക്ക്. കാരണം ഒരടിമക്ക് അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരാനുണ്ട്, ദുനിയാവിലും ആഖിറത്തിലും. ഇപ്പൊ നമുക്കൊക്കെ ആരോഗ്യമുണ്ടാകും, യുവത്വമുണ്ടായിരിക്കും, സമ്പത്തുണ്ടാകും. പക്ഷെ നമ്മുടെ മുന്നിൽ ഇനി പലതും വരാനുണ്ട്, ദുനിയാവിലും ആഖിറത്തിലും. ദുനിയാവിൽ തന്നെ നമുക്ക് അപകടങ്ങൾ വരാനിരിക്കുന്നുണ്ട്, ഏതൊരാൾക്കും വരാനുണ്ട്. ദാരിദ്ര്യം വരാം, കടങ്ങൾ വരാം, മക്കളെ കൊണ്ടുള്ള വിഷമങ്ങൾ വരാം. ഇതൊന്നും വന്നിട്ടില്ലെങ്കിലും മരണം എന്ന് പറയുന്നൊരു കാര്യം, വാർദ്ധക്യം എന്ന് പറയുന്നൊരു കാര്യം, അതെല്ലാവർക്കും വരാനുണ്ട്. ഇങ്ങനെയുള്ള മുസീബത്തുകൾ നമ്മുടെ മുന്നിൽ വരാനുണ്ട്. അപ്പോൾ അള്ളാഹുമായിട്ടുള്ള ഈ ബന്ധം മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. വഫിൽ ബർസഖ്, ഇനി ഇതൊക്കെ മറികടന്നാലും ബർസഖ് വരാനുണ്ട്. വഫിൽ മൗഖിഫ്, അതിനുശേഷം മഹ്ശറിലെ നൃത്തമുണ്ട്. ഫൈദാ കാന ബൈനഹു വബൈന റബ്ബിഹി മഅരിഫത്തുൻ ഖാസ്സ, റബ്ബുമായി ഈ പറഞ്ഞൊരു ബന്ധം, നാഫിയായ ഇൽമിന്റെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള അമലിന്റെയും ഒരു ബന്ധമുണ്ടെങ്കിൽ കഫാഹുല്ലാഹു ദാലിക കുല്ല, ഈ വരാനിരിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം അള്ളാഹു പരിഹരിക്കും. വഹാദാ ഹുവൽ മുശാറു ഇലൈഹി ഫി വസിയ്യത്തി ഇബ്നു അബ്ബാസ് ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇത്രയും വിശദീകരിച്ചത് ഒരു ഹദീസിന്റെ ഒരു വാചകത്തിന്റെ ആശയമാണ്. എന്താണ് ആ വാചകം? തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫക ഫിശ്ശിദ്ദ. ആശ്വാസമുള്ള സമയത്ത് നീ അള്ളാഹുവിനെ അറിയണം, അറിയുന്നത് പോലെ ജീവിക്കണം. എന്നാൽ യഅരിഫക ഫിശ്ശിദ്ദ, ഞെരുക്കമുള്ള സമയത്ത് അള്ളാഹു നിന്നെയും അറിയും. വഖീല ലി മഅറൂഫ് അൽ കർഖി റഹിമഹുല്ലാ, ഇമാം അഹ്മദിന്റെ കാലത്തുണ്ടായിരുന്ന വലിയൊരു ആലിമാണ്. അദ്ദേഹം ഇബാദത്ത് കൊണ്ട് അറിയപ്പെട്ട ആളായിരുന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, ഇമാം അഹ്മദ് ഇരിക്കുന്ന മജ്ലിസിൽ ഒരാൾ പറഞ്ഞു, മഅറൂഫ് അൽ കർഖി അദ്ദേഹത്തിന് വലിയ ഇൽമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ആലിമാണ്, പക്ഷേ അദ്ദേഹം അത്ര ആഴത്തിൽ ഇൽമുള്ള ഫഖീഹ് അല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞു, വഹൽ യുറാദു മിനൽ ഇൽമി മാ വസല ഇലൈഹി മഅറൂഫ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അറിയപ്പെട്ട ഒരു ആബിദാണ്, ഇബാദത്ത് കൊണ്ട് അറിയപ്പെട്ട ആളാണ്. ഇദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇബാദത്ത്, അതല്ലാതെ പിന്നെ എന്താണ് ഇൽമിന്റെ ലക്ഷ്യം എന്ന് ഇമാം അഹ്മദ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, മല്ലദി ഹയ്യജക ഇലൽ ഇൻഖിതാ, ജനങ്ങളുമായി അധികം ബന്ധപ്പെടാതെ ഇങ്ങനെ ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യാൻ താങ്കൾക്ക് കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇന്ന മലികൻ ഹാദാ കുല്ലുഹു ബിയദിഹി, ഒരു രാജാവ്, അവന്റെ കയ്യിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തൊക്കെയാണ് കാര്യങ്ങൾ? മരണം, ഖബർ, മഹ്ശർ, ഇതൊക്കെ ആരുടെ കയ്യിലാണ് ഉള്ളത്? ഇദാ കാനത് ബൈനക വബൈനഹു മഅരിഫത്തുൻ കഫാക ഹാദാ കുല്ലഹു, അവനുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടായാൽ നല്ലതാണ്. ഈ പറഞ്ഞതൊക്കെ അവൻ നിനക്ക് എളുപ്പമാക്കി തന്നുകൊള്ളും. അപ്പൊ അള്ളാഹുവിന്റെ കയ്യിലാണ് മരണം, ഖബർ, അതിനുശേഷം മഹ്ശർ, സ്വർഗ്ഗ നരകങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ അങ്ങനെയുള്ള റബ്ബുമായിട്ടൊരു പ്രത്യേക ബന്ധം, മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു ബന്ധം ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത് എന്നർത്ഥം. ഫൽഇൽമു നാഫിഅ, ചുരുക്കി പറഞ്ഞാൽ നാഫിഅയ ഇൽമ് എന്ന് പറയുന്നത് മാ ഉരിഫ ബൈനൽ അബ്ദി വറബ്ബിഹി, അടിമയെ റബ്ബിനെ പറ്റി അറിയിക്കുന്ന ഇൽമാണ്, അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകുന്ന ഇൽമാണ്. വദല്ല അലൈഹി, അള്ളാഹുവിനെ സൂചിപ്പിക്കുന്നത്, അഥവാ അള്ളാഹു എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്ന ഇൽമാണ്. ഹത്ത അറഫ റബ്ബഹു വവഹദഹു വഅനിസ ബിഹി വസ്തഹ്യാ മിൻ ഖുർബിഹി വഅബദഹു കഅന്നഹു യറാഹു, അങ്ങനെ അള്ളാഹുവിനെ പറ്റി ശരിക്കും മനസ്സിലാക്കി അവനെക്കുറിച്ചുള്ള പേടിയും അവന്റെ തൗഹീദ്, അവനോട് ഖിലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന ലജ്ജ തോന്നുകയും ഒക്കെ ചെയ്യാൻ കാരണമാകുന്ന ഇൽമാണ് നാഫിയായ ഇൽമ്. വലിഹാദ ഖാലത് ത്വായിഫത്തു മിന സഹാബ, അതുകൊണ്ടാണ് ഒരു കൂട്ടം സഹാബത്ത് പറഞ്ഞിട്ടുള്ളത്, പല സഹാബത്തിന്റേതുമായി വന്നിട്ടുള്ള ഒരു അഥർ, ഇന്ന അവ്വല ഇൽമിൻ യുർഫഉ മിനൻ നാസ് അൽ ഖുശൂ', ജനങ്ങൾക്കിടയിൽ ആദ്യം ഉയർത്തപ്പെടുന്ന ഇൽമ് ഖുശൂ' ആയിരിക്കും. വഖാല ഇബ്നു മസ്ഊദ്, കാരണം നാഫിയായ ഇൽമിന്റെ ലക്ഷണമാണ് ഖുശൂ', അതായിരിക്കും ആദ്യം നഷ്ടപ്പെടുക. വഖാല ഇബ്നു മസ്ഊദ്, ഇന്ന അഖ്വാമൻ യഖറഊനൽ ഖുർആൻ, ചില ആളുകൾ ഖുർആൻ ഓതുന്നുണ്ട്, ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുഴി വിട്ട ഖുർആൻ ഇറങ്ങുന്നില്ല, അഥവാ ഖൽബിലേക്ക് എത്തുന്നില്ല. വലാകിൻ ഇദാ വഖഅ ഫിൽ ഖൽബ്
നേരെ മറിച്ച് ഖുർആൻ മനസ്സിലെത്തിയാൽ ഫറസഖ ഫീഹി, അങ്ങനെ മനസ്സിൽ അത് ഉറച്ചു കഴിഞ്ഞാൽ നഫ, ഖുർആൻ കൊണ്ട് ഉപകാരമുണ്ടാകും. അപ്പോഴേ ഖുർആൻ കൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ. ഹസൻ ബസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, അൽ ഇൽമു ഇൽമാനി, ഇൽമു രണ്ട് തരത്തിലുണ്ട്, ഇൽമു രണ്ട് വിധത്തിലുണ്ട്. ഫഇൽമുൻ അലൽ ലിസാൻ, ഒരു തരം ഇൽമു അത് നാവിൽ ഉണ്ടാവുന്ന ഇൽമാണ്, സംസാരിക്കാൻ തുടങ്ങിയാൽ ആലിമായിരിക്കും, ഇൽമിനെ കുറിച്ച് പറയാൻ സാധിക്കും. ഫദാലിക ഹുജ്ജത്തുല്ലാഹി അല ഇബ്നി ആദം, അതെന്താണ് ഈ നാവ് കൊണ്ടുള്ള ഇൽമ് എന്ന് പറയുന്നത്? അള്ളാഹുവിന് നമുക്കെതിരെയുള്ള തെളിവാണ്. അഥവാ നാളെ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അത് മാത്രമാണ് ഈ നാവ് കൊണ്ടുള്ള ഇൽമിന്റെ പ്രയോജനം. പറഞ്ഞാൽ നമുക്ക് അള്ളാഹു കാക്കട്ടെ, ശിക്ഷയാണെങ്കിൽ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ന്യായം ഉണ്ടാവുകയില്ല, നീ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് എന്ന് പറയും. വഇൽമുൻ ഫിൽ ഖൽബ്, രണ്ടാമത്തെ ഇനം ഇൽമ് മനസ്സിൽ തട്ടിയ ഇൽമാണ്. ഫദാലിക്കൽ ഇൽമുൻ നാഫിഅ, അതാണ് നാഫിഅയ ഇൽമ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും തന്നെ ഇൽമിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ലെന്നോ ദീൻ പഠിപ്പിക്കാൻ പാടില്ലെന്നോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകണം, ഇത് മനസ്സിൽ കൂടി തട്ടണം. നാവിൽ നിന്ന് കൂടി ഇത് ഒഴിവാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അല്ല, ഇപ്പോൾ ഒരാൾ നിലവിൽ എൽമ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ അത് നിർത്തുക. അത് നിർത്തിയാലോ നാവിലും എൽമില്ല, കൽബിലും എൽമില്ല. ഇതല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് എൽമ് പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് അത് മനസ്സിൽ കൂടി തട്ടണം എന്നതാണ് മുൻഗാമികളിൽ പറയുന്നതിന്റെ അർത്ഥം. വകാന സലഫ് യഖൂലൂൻ, മുൻഗാമികൾ പറയുമായിരുന്നു, അൽ ഉലമാഉ സലാസ, ഉലമാക്കൾ മൂന്ന് തരമുണ്ട്. ആലിമുൻ ബില്ലാഹി, ആലിമുൻ ബി അംരില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഇൽമുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ചും ഇൽമുണ്ട്. അതാണ് ഏറ്റവും പൂർണ്ണതയുള്ള ആളുകൾ. അള്ളാഹിനെ കുറിച്ച് ഇൽമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പേടിയുണ്ട്, അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, മനസ്സിൽ ഇൽമുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളും അറിയാം, ഹലാൽ എന്താണ് ഹറാം എന്താണ് എന്നറിയാം. വആലിമുൻ ബില്ലാഹി ലൈസ ബിആലിം ബി അംരിഹി, അള്ളാഹുവിനെ കുറിച്ച് അറിയാം, പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അറിയില്ല. അള്ളാഹിനെ പറ്റി നല്ല പേടിയുണ്ട്, അള്ളാഹിനോട് ഹുബ്ബുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ അഹ്കാമുകൾ അറിയില്ല, ഹലാലും ഹറാമും അവൻ അറിയില്ല. വആലിമുൻ ബി അംരില്ലാഹി ലൈസ ബിആലിമിൻ ബില്ലാഹ്, മൂന്നാമത്തെ ആള് അള്ളാഹുവിന്റെ കൽപ്പനകൾ അറിയാം, ഹലാലും ഹറാമും ഫിഖ്ഹൊക്കെ അറിയാം, പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല, അള്ളാഹിനെ കുറിച്ച് പേടിയില്ല, തഖ്വയില്ല. ഇതിലേറ്റവും പൂർണ്ണനാരാണ്? വഅക്മലുഹും അൽ അവ്വൽ, ഇതിലേറ്റവും പൂർണ്ണതയുള്ളത് ഒന്നാമത്തെ ആളാണ്. വഹുവല്ലദി യഖ്ശല്ലാഹ വയഅരിഫു അഹ്കാമഹു, അള്ളാഹുവിനെ പേടിയുമുണ്ട്, അവന്റെ അഹ്കാമുകൾ അറിയുകയും ചെയ്യാം. ഇതാണ് ലക്ഷ്യം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൽമ് പഠിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയല്ല, ഇൽമ് കൂടുതൽ പഠിക്കുക, അതോടൊപ്പം നമ്മുടെ തഖ്വയിലും ഖശിയത്തിലും ഖുശൂഇലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. വമൻ ഫാതഹു ഹാദൽ ഇൽമു നാഫിഅ, ആർക്കാണോ ഈ പറഞ്ഞ ഇൽമ് നഷ്ടപ്പെടുന്നത്, ഈ പറഞ്ഞതുപോലെ ഉള്ളിലും പുറത്തുമുള്ള ഇൽമ്, മനസ്സിൽ തട്ടിയ ഇൽമ്, അതാർക്കാണ് നഷ്ടപ്പെട്ടത്? വഖഅ ഫിൽ അർബഅ അല്ലതി ഇസ്തആദ മിൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടിയ 4 കാര്യങ്ങളുണ്ട്. എനിക്ക് ഉണ്ടാവരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുള്ള 4 കാര്യങ്ങൾ, അതിൽ അവൻ പെട്ടുപോകും. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഇബ്നു റജബ് പറയുന്നു, വസാറ ഇൽമുഹു വബാലൻ വഹുജ്ജതൻ അലൈഹി, അവന്റെ ഇൽമ് അത് അവനെതിരെ ഹുജ്ജത്തായി മാറും. ഒരുപാട് കിതാബ് വായിച്ചു, ഒരുപാട് ഇൽമ് പഠിച്ചു, ഒന്നും അമൽ ചെയ്തിട്ടില്ല, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഇത്രയും ഇൽമ് പഠിച്ചല്ലോ, അതുകൊണ്ട് ഇനി ന്യായമില്ല എന്നുള്ള അവസ്ഥ വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ഫലം യൻതഫിഅ ബിഹി, അതുകൊണ്ട് അവന് ഉപകാരം കിട്ടിയില്ല. ലിഅന്നഹു ലം യഖ്ശ ഖൽബുഹു ലിറബ്ബിഹി, കാരണം അവന്റെ മനസ്സിൽ റബ്ബിനോട് ഖുശൂ ഉണ്ടായിട്ടില്ല. അതാണ് അടുത്തതായി പറഞ്ഞത്, ഇൽമിൻ ലാ യൻഫഅ വഖൽബിൻ ലാ യഖ്ശ, ഖശിയത്തില്ലാത്ത ഖുശൂ ഇല്ലാത്ത കൽബിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. വലം തശ്ബഅ നഫ്സുഹു മിന ദുനിയ, അങ്ങനെ മനസ്സിൽ ഖുശൂഉമില്ല, ഉപകാരപ്പെടുന്ന ഇൽമുമില്ല. മനസ്സിൽ ഖുശൂ ഇല്ലാത്തത് കൊണ്ടാണ് ഇൽമു ഉപകാരപ്പെടാത്തത്. അതാണ് ആ 2 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞത്. അത് രണ്ടും കൂടി ആയാൽ മൂന്നാമത്തെ കാര്യം സംഭവിക്കും. അതെന്താണ്? വലം തശ്ബഅ നഫ്സുഹു മിന ദുനിയ, ദുനിയാവ് എത്ര കിട്ടിയാൽ മതിയാവുകയില്ല. ഇൽമു മനസ്സിൽ തട്ടാത്തിടത്തോളം കാലം ദുനിയാവ് കിട്ടിയാൽ മതിയാവുകയില്ല. ബലിസ്ദാദ അലൈഹ ഹിർസൻ വലഹ തലബൻ, മാത്രമല്ല അവൻ ഇൽമു പഠിക്കുന്തോറും ദുനിയാവിനോടുള്ള ആർത്തി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം, മിൻ നഫ്സിൻ ലാ തശ്ബഅ, ആർത്തി തീരാത്ത മനസ്സിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. വലം യുസ്മഅ ദുആഉഹു, ഇങ്ങനെ ഈ 3 കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവൻ വളരെ മോശമായി അല്ലാഹുവിന്റെ മുന്നിൽ. അങ്ങനെ ആയാൽ ലം യുസ്മഅ ദുആഉഹു, അവന്റെ ദുആ സ്വീകരിക്കുകയില്ല. വദുആഇൻ ലാ യുസ്മഅ, നാലാമത്തെ കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വദുആഇൻ ലാ യുസ്മഅ അഊദു ബിക മിൻ ഹാദിഹിൽ അർബഅ, ഈ 4 കാര്യങ്ങളിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ലിഅദമി ഇംതിസാലിഹി ലിഅവാമിരി റബ്ബിഹി, എന്തുകൊണ്ടാണ് ദുആക്ക് ഉത്തരമില്ലാത്തത്? അല്ലാഹുവിന്റെ കൽപ്പനകൾ അവൻ ലംഘിച്ചു. വഅദമി ഇജ്തിനാബിഹി ലിമാ യസ്ഖതുഹു വയക്റഹുഹു, അല്ലാഹു വെറുക്കുന്ന കാര്യങ്ങൾ അവൻ ഉപേക്ഷിച്ചില്ല. ഇതാണ് ഉപകാരമില്ലാത്ത ഇൽമിന്റെ അവസ്ഥ.
മനസ്സിൽ തട്ടാത്ത ഇൽമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടി ഈ 4 കാര്യങ്ങളും സംഭവിക്കും. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൽമ പഠിക്കുന്ന ആളുകൾ, നമ്മൾ ഓരോരുത്തരും ഇൽമ പഠിക്കുമ്പോൾ നല്ല നിയ്യത്തുണ്ടാകണം. ഇൽമിന്റെ ഫലം അത് നമ്മുടെ ഖൽബിൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു മുഹാസബത്ത്, സ്വയം വിചാരണ നമ്മൾ നടത്തണം. ഞാൻ പഠിക്കുന്നതനുസരിച്ച് ഞാൻ നന്നാവുകയാണോ കൂടുതൽ മോശമാവുകയാണോ? അല്ലാഹു തആല നമ്മുടെയൊക്കെ തഖ്സീർ, വീഴ്ചകൾ പുറത്തു തരുമാറാകട്ടെ. അങ്ങനെ സ്വയം വിചാരണ ചെയ്തുകൊണ്ട് ഈ ഇൽമിന്റെ അസർ, അതിന്റെ അടയാളം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഈ 4 കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ദുആക്ക് ഉത്തരം കിട്ടുന്ന അവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങളിലും പെട്ടുപോകും. ദുനിയാവിനോടുള്ള ആർത്തി തീരാത്ത അവസ്ഥയുണ്ടാകും. വഅലാമത്തു ഹാദൽ ഇൽം അല്ലദി ലാ യൻഫഅ, ഉപകാരമില്ലാത്ത ഇൽമിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ ഒരു അടയാളം പറയുകയാണ്. ഒരാളുടെ ഇൽമ് ഉപകാരമുള്ളതാണോ എന്ന് സ്വയം പരിശോധിക്കാനുള്ള ഒരു അടയാളം. അൻ യുക്സിബ സാഹിബഹു അസ്സഹ്വ വൽ ഫഖ്റ വൽ ഖുയലാ വതലബൽ ഉലുവ വതലബൽ ഉലുവി വരിഫഅതി ഫി ദുനിയ വൽ മുനാഫസത ഫീഹ. അവന്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാവുക? ഇൽമു പഠിക്കും തോറും സഹ്വ്, ഞാൻ വലിയവനാണ് എന്നുള്ള ചിന്ത, ഇങ്ങനെ ആളുകളുടെ മുന്നിൽ പൊങ്ങി നടക്കാനുള്ള ആഗ്രഹം, വൽ ഫഖ്റ വൽ ഖുയലാ, അഹങ്കാരവും പൊങ്ങച്ചവും, വതലബൽ ഉലുവി വരിഫഅ, അധികാരത്തോടുള്ള ആഗ്രഹം, വൽ മുനാഫസത ഫീഹ, ദുനിയാവിന്റെ കാര്യത്തിലുള്ള മത്സരബുദ്ധി, ദുനിയാവ് കിട്ടിയാലും മതിയാകാത്ത അവസ്ഥ, ഇതുണ്ടാകും. നാഫിയായ ഇൽമല്ല ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ. വതലബ മുബാഹാത്തിൽ ഉലമാ വമുമാറാത്ത് അസ്സുഫഹ വസർഫ വുജൂഹിൻ നാസ് ഇലൈഹി, ഉലമാക്കളോട് അനുകരിക്കാനുള്ള അല്ലെങ്കിൽ ഉലമാക്കളോട് മത്സരിക്കാനുള്ള ആഗ്രഹം, അല്ലെ ഇന്ന ആലിമിനെ പോലെ ആവണം, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ പോലെ പ്രശസ്തനാവണം. വമുമാറാത്ത് അസ്സുഫഹ, വിഡ്ഢികളുമായി തർക്കിക്കാനുള്ള ആഗ്രഹം, അതിനുള്ള താല്പര്യം, അല്ലെ ഒരു ജാഹിലിന്റെ മുന്നിൽ തർക്കിച്ച് തന്റെ ഇൽമ പ്രദർശിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം. ഇതൊക്കെ ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് തർക്കിക്കാൻ ധാരാളം അവസരങ്ങളുള്ള വേദികൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ സ്വഭാവം, ഇത് ആ പഠിച്ച ഇൽമ ശരിയല്ല എന്നതിന്റെ അടയാളങ്ങളാണ്. വസർഫ വുജൂഹിൻ നാസി ഇലൈഹി, ജനങ്ങളുടെ മുഖം തന്നിലേക്ക് തിരിക്കാനുള്ള ആഗ്രഹം, എല്ലാവരും തന്നെ അറിയണം എന്നുള്ള താല്പര്യമാണ്. ഇദ്ദഅ ബഅദു അസ്ഹാബി വഖദ് വറദ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസ് വന്നിട്ടുണ്ട്, അന്ന മൻ തലബൽ ഇൽമ ലിദാലിക് ഫന്നാർ അന്നാർ. ഒരു ഹദീസ് ഇങ്ങനെ വന്നിട്ടുണ്ട്, മൻ തലബൽ ഇൽമ ലിയുബാഹി ബിഹിൽ ഉലമാ വയുമാരി ബിഹി സുഫഹ വയസിഫ ബിഹി വുജൂഹൻ നാസ് ഇലൈഹി. ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് വേണ്ടി പണ്ഡിതന്മാരുമായി മത്സരിക്കാൻ, വിഡ്ഢികളുമായി തർക്കിക്കാൻ, ജനങ്ങളുടെ മുഖം തന്നിലേക്ക് തിരിയാൻ, ഇതിനൊക്കെ വേണ്ടി ആരാണോ ഇൽമ പഠിച്ചത്, ഫന്നാർ അന്നാർ, അവൻ നരകമായിരിക്കും എന്ന് ഒരു ഹദീസ് വന്നിട്ടുണ്ട്. കൊടുത്തിട്ട് തുടരാം ഇൻഷാ അല്ലാഹ്. മിറാജ് പറയുകയാണ്, ഇത്തരം ആളുകൾ, അങ്ങനെയുള്ള ഇൽമുകൾ, ഉപകാരമില്ലാത്ത ഇൽമ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള തസവുഫാണെങ്കിലും ഇൽമുൽ കലാമാണെങ്കിലും അതല്ല നിയ്യത്ത് ശരിയാകാതെ ദുനിയാവിന് വേണ്ടി പഠിച്ച ഇൽമാണെങ്കിലും, ഈ കൂട്ടരൊക്കെ ചിലപ്പോൾ അവർ അവകാശപ്പെടും മഅരിഫത്ത് അല്ലാഹി വതലബഹു വലിഇറാദ അമ്മാ സിവാഹു, അള്ളാഹുവിനെ അറിയുക, അവർ അള്ളാഹുവിന് വേണ്ടിയാണ് ഞങ്ങൾ പഠിക്കുന്നത് എന്നൊക്കെ അവർ വാദിക്കും. ഈ തസവുഫിന്റെ ആളുകളൊക്കെ അവർ ബാക്കിയുള്ള ആളുകളൊക്കെ ആക്ഷേപിക്കും. എന്താണ് അവർ പറയാ? നിങ്ങളൊക്കെ പഠിക്കുന്നത് ദുനിയാവിന് വേണ്ടിയാണ്, കച്ചവടത്തിന്റെ നിയമങ്ങൾ, മറ്റുള്ള നിയമങ്ങൾ, ബാഹ്യമായ ഇൽമ്. ഞങ്ങൾ പഠിക്കുന്നത് ബാത്തിനായ ഇൽമാണ്. എന്തിനാണ് ബാത്തിനായ ഇൽമ പഠിക്കുന്നത്? ഏറ്റവും വലിയ ഇൽമ അള്ളാഹുവിനെ അറിയലാണ്. അതാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ നിയമങ്ങളെക്കാൾ വലുത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമാണ്, അതിനാണ് സമയം ചെലവഴിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്നത് കാണാം. ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി മാത്രമാണ്. മിനൽ മുലൂക്കി വഗൈരിഹിം, രാജാക്കന്മാരുടെയും ഇങ്ങനെ അധികാരമുള്ള ആളുകളുടെയും മറ്റുള്ള സാധാരണ ജനങ്ങളുടെയും ഒക്കെ മനസ്സിൽ തങ്ങൾ പ്രത്യേക വർഗമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ്. ബാക്കിയുള്ളവരൊന്നും പഠിക്കുന്ന കിതാബൊന്നുമല്ല ഞങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് അവർ പറയുന്നത്. തങ്ങളുടെ അനുയായികൾ കൂടണം എന്ന് കരുതിയിട്ടാണ്. ജനങ്ങളുടെ മുന്നിൽ അങ്ങനെ വലിയവരാകാൻ വേണ്ടിയാണ്. ഈ ആളുകളൊക്കെ അവരുടെ ഉദ്ദേശം ഇന്നതൊക്കെയാണ്, പ്രശസ്തിയും ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനവും വലുപ്പവും ഒക്കെയാണ് എന്നതിനുള്ള അടയാളം എന്താണ്? അങ്ങനെ പറയാൻ കാരണം വിലായ, തങ്ങൾ വലിയാണ് എന്ന് വാദിക്കും. ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന ആളുകളൊക്കെ സാധാരണ ദീൻ പഠിക്കുന്ന ആളുകളുടെ ഇൽമൊന്നും അല്ല ഇൽമ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ അവസാനം പറയുന്നത് എന്താണ്? അവരാദ്യം പറയാ ഇതൊന്നും അല്ല ഇൽമ്, ഇതൊക്കെ റിയാ ആണ്, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആഖിറത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കണം, അള്ളാഹുവിനെ കുറിച്ച് മാത്രം പഠിക്കണം
എന്ന് പറയുന്നവൻ അവസാനം ഞാൻ വലിയാണെന്ന് പറയും. അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ അവനെ കുറിച്ച് ഇവൻ വലിയാണെന്ന് പറയും. അവൻ അതിന് മൗനസമ്മതം കൊടുക്കും. ഇതാണ് ഏറ്റവും വലിയ റിയാ. അപ്പോൾ അവരുടെ ഇൽമ് അത് ദുനിയാവിന് വേണ്ടിയാണ് എന്നുള്ളതിന്റെ അടയാളമാണ് ദഅ്വൽ വിലായ, വലിയാണെന്നുള്ള വാദം. കമാകാന യദ്ദഈഹി അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബിന്റെ സ്വഭാവമാണത്. അവര് അവരുടെ മഠങ്ങളിൽ അവരുടെ ചർച്ചുകളിൽ ഒഴിഞ്ഞിരുന്ന ഇബാദത്തിൽ മുഴുകും, ദുനിയാവ് പൂർണ്ണമായി ഒഴിവാക്കും, വിവാഹം പോലും ഒഴിവാക്കി ഇബാദത്ത് ചെയ്യും. അവസാനം നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആളുകളാണ് എന്ന് വാദിക്കും. അപ്പൊ എന്ത് മനസ്സിലാക്കാം? അവന് ചെയ്ത ഇബാദത്ത് മുഴുവനും ഇതിനു വേണ്ടിയായിരുന്നു. അവൻ മറ്റുള്ളവരെക്കാളും മോശമായ അവസ്ഥയിലാണുള്ളത് എന്നതിനുള്ള തെളിവാണ് ഈ അവകാശവാദം. വകമദ്ദഅഹുൽ ഖറാമിതതു വൽ ബാത്തിനിയതു വനഹ്വുഹും, ഇങ്ങനെയുള്ള ചില കക്ഷികളാണ്. വഹാദ ബിഖിലാഫി മാ കാന അലൈഹി സലഫ്, സലഫുകൾ ഇതിന് നേരെ വിപരീതമായിരുന്നു. മിൻ ഇഹ്തിഖാരി നുഫൂസിഹിം, അവർ സ്വന്തം നഫ്സിനെ നിസ്സാരമായിട്ടായിരുന്നു കണ്ടിരുന്നത്. വസ്ദിറാഇഹ ബാത്തിനൻ വലാഹിറൻ, സ്വന്തം നഫ്സിനെ അവർ വില കുറച്ച് കാണിക്കും. ലാഹിറൻ വ ബാത്തിനൻ, ബാഹ്യമായും ആന്തരികമായും. എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആളുകൾ ബാഹ്യമായി ലാഹിറായിട്ട് സ്വന്തം നഫ്സിനെ വില കുറച്ച് കാണിക്കും. ഞാനൊരു വിഡ്ഢിയാണ്, എനിക്ക് എൽമൊന്നുമില്ല, എന്നോട് നിങ്ങൾ ചോദിക്കേണ്ടതില്ല എന്നൊക്കെ പറയും. ഞാൻ ഒരു ജാഹിലാണ് എന്നൊക്കെ അവർ പറയും. പക്ഷേ ഉള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ വിനയം കാണിച്ചിട്ട് ഒന്നുകൂടി പൊങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഇയാൾ എൽമുള്ള ആൾ മാത്രമല്ല, എൽമുണ്ട് എന്നുള്ളൊരു ചിന്തയില്ലാത്ത ആളാണ് എന്ന് ആളുകൾ പറയണം എന്നാണ് അവന്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ദാഹിറും ബാത്തിനുമായി വിനയം ഉണ്ടാകണം. വഖാല ഉമർ റളിയല്ലാഹു അൻഹു ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞു, മൻ ഖാല ഇന്നഹു ആലിമുൻ ഫഹുവ ജാഹിൽ. ആദ്യം പറഞ്ഞ വിഭാഗം ഇഖ്ലാസ് ഇല്ലാത്ത ആളുകളെ കുറിച്ച്, ഞാൻ ആലിമാണെന്ന് ആരാണോ പറഞ്ഞത് അവൻ ജാഹിലാണ് എന്ന് പറഞ്ഞതായി ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. വമിൻ അലാമാത്തി ദാലിക്, ഇനി മറ്റൊരു അടയാളം പറയുകയാണ്. ഇൽമു ശരിയാണോ അല്ലേ എന്ന് നോക്കാൻ, ഇത് നമ്മൾ സ്വയം പരിശോധിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിലയിരുത്താനും പറ്റും. പക്ഷെ മറ്റുള്ളവരെ വിലയിരുത്തുന്നതിനേക്കാൾ സ്വയം പരിശോധിക്കുന്നതിനായിരിക്കണം മുൻഗണന കൊടുക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം പരിശോധിക്കുമ്പോൾ വ്യക്തമായി പ്രകടമായ അടയാളങ്ങൾ മാത്രമായിരിക്കണം നമ്മൾ കാര്യമാക്കേണ്ടത്. മറ്റുള്ളവരുടെ കാര്യത്തെ സൂക്ഷ്മമായി പരിശോധിക്കുകയും സ്വന്തം കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നത് ശരിയല്ല. മുഅ്മിൻ അലാമാത്തി ദാലിക, ഇമാം ഇബ്നു റജബ് പറയുകയാണ്, ഇത്തരം ഉപകാരമില്ലാത്ത ഇൽമിന്റെ, നാഫി അല്ലാത്ത ഇൽമിന്റെ ആളുകളുടെ മറ്റൊരു അടയാളം അദമു ഖബൂലിൽ ഹഖി വൽഇൻഖിയാദി ഇലൈഹി, ഹക്കിന് മുന്നിൽ അവർ വിനയം കാണിക്കുകയില്ല, ഹക്ക് സ്വീകരിക്കുകയില്ല. ഒരാൾ അവർക്ക് അവരുടെ വാദങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ, അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുകയില്ല. വതകബ്ബുറു അലാ മൻ യഖൂലുൽ ഹഖ്, ഹക്ക് പറയുന്നവരുടെ മുന്നിൽ അവർ കിബ്ർ കാണിക്കും. വലിയ സാഹിദാണ്, ആരോടും മിണ്ടുകയില്ല, 24 മണിക്കൂർ ദിക്റിലാണ് എന്നൊക്കെ പറയും. പക്ഷേ ആരെങ്കിലും അവന്റെ ഒരു തെറ്റ് തിരുത്തി കൊടുത്താൽ, ഇത് ഹദീസിനെതിരാണ്, സലഫുകളുടെ ഇജ്മാഇനെതിരാണെന്ന് പറഞ്ഞാൽ അവനെ തിരുത്തുകയില്ല. അവൻ വലിയ കിബറനാണ്, എത്ര വിനയാന്വിതനായി അഭിനയിച്ചാലും. ഖുസൂസൻ ഇൻ കാന ദൂനഹും ഫി അയുനിൻ നാസ്, പ്രത്യേകിച്ച് തിരുത്തുന്നവൻ ജനങ്ങൾക്കിടയിൽ ഇവനേക്കാളും താഴെക്കിടയിലുള്ള ആളാണെങ്കിൽ, അല്ലെ, തിരുത്തുന്നത് തന്നെക്കാൾ മുകളിലുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ സ്വീകരിക്കും. പക്ഷെ തന്നെക്കാൾ താഴെയുള്ള ഒരാൾ വന്ന് തിരുത്തിയാൽ ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഇത് നാഫി അല്ലാത്ത ഇൽമിന്റെ ഒരു അടയാളമാണ്. വൽ ഇസ്റാറു അലൽ ബാത്തിൽ, അതുപോലെ ബാത്തിലിൽ വാശി പിടിക്കുക. തനിക്ക് പറ്റിയ ബാത്തിൽ, താൻ പറഞ്ഞ ബാത്തിൽ, അബദ്ധം, അതിൽ തന്നെ തൂങ്ങി നിൽക്കുക. ഖശ്യത തഫറുഖ് ഖുലൂബിൻ നാസി അൻഹും ബിഇൽഹാരി റുജൂഇ ഇലൽ ഹഖ്, ഹക്കിലേക്ക് മടങ്ങുന്നത് പരസ്യപ്പെടുത്തിയാൽ, ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു, ഹക്കിന്നതാണ് എന്ന് പരസ്യമാക്കിയാൽ ജനങ്ങൾ തന്നെ വിട്ടുപോകും, ഇവൻ സ്ഥിരതയില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് ആളുകൾ ഇവനെ ഉപേക്ഷിക്കും എന്ന് പേടിച്ചിട്ട് ബാത്തിലിൽ തൂങ്ങി നിൽക്കുക, അതിൽ വാശി പിടിക്കുക. ഇത് ഉപകാരമില്ലാത്ത ഇൽമിന്റെ ഒരു അടയാളമാണ്. വറുബ്ബമാ അൽഹറു ബിഅൽസിനതിഹിം ദമ്മ അൻഫുസിഹിം വഇഹ്തിഖാറഹ അലാ റൂസിൽ അഷ്ഹാദ്, അവർ ചിലപ്പോൾ നാവ് കൊണ്ട് സ്വന്തത്തെ പഴിക്കും. ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഞാൻ മിസ്കീനാണ്, എനിക്ക് ഇൽമില്ല, ഞാൻ മോശക്കാരനാണെന്നൊക്കെ അവർ നാവ് കൊണ്ട് പറയും ജനങ്ങൾക്കിടയിൽ. ലിയഅ്തഖിദ അന്നാസു ഫീഹിം അന്നഹും ഇൻദ അൻഫുസിഹിം മുതവാദിഊൻ, ഇവർ വളരെ വിനയാന്വിതരാണ് എന്ന് ജനങ്ങൾക്ക് തോന്നാൻ വേണ്ടി. ഫയുംദഹൂന ബിദാലിക്, അങ്ങനെ ആളുകൾ ഇവർ പുകഴ്ത്തും. വഹുവ മിൻ ദഖായിഖി അബ്വാബിർ റിയാ, റിയാഇന്റെ വളരെ സൂക്ഷ്മമായ ഒരു ബാബിൽപ്പെട്ടതാണ്. റിയാ എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. ഒരു വഴിയിലുള്ള റിയാ നമ്മൾ പരിഹരിച്ചാൽ വേറൊരു വഴിക്ക് വരും. അതിൽപ്പെട്ട ഒന്നാണിത്. ആളുകൾക്കിടയിൽ സ്വയം ആക്ഷേപിക്കുക, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാനൊന്നും ഇല്ലാത്തവനാണ് എന്ന് പറഞ്ഞ് ആളുകൾ തന്നെ പറ്റി നല്ലത് വിചാരിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുക. കമാ നബ്ബഹ അലൈഹി താബിഊൻ ഫമൻ ബഅദഹും മിനൽ ഉലമാ, താബിഈങ്ങളും അതിനുശേഷം വന്ന പല ഉലമാക്കളും ഇക്കാര്യം ഉണർത്തിയിട്ടുണ്ട്. വയദ്ഹറു മിൻഹും മിൻ ഖബൂലിൽ മദ്ഹി വസ്തിജ്ലാബിഹി മാ യുനാഫി സിദ്ഖ വൽ ഇഖ്ലാസ്, ഇവർ ഈ സ്വയം ആക്ഷേപിക്കുന്നത് അത് ഇഖ്ലാസ് ഇല്ലാതെയാണ് എന്ന്
മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്, അതിന്റെ ഒരു അടയാളമാണ്. ആളുകൾ തങ്ങളെ പുകഴ്ത്തുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നു അല്ലെ, മനസ്സിൽ ആളുകൾ പുകഴ്ത്തുന്നത് ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ ഇവർ നാവ് കൊണ്ട് പറയുന്നത് സ്വന്തത്തെക്കുറിച്ച് മോശമാക്കിയാണ്. ഫൈന സാദിഖ്, സത്യസന്ധനായ ആളാണെങ്കിൽ യഖാഫുൻ നിഫാഖ് അലാ നഫ്സിഹി, നിഫാഖ് പേടിക്കും. വയഖ്ഷ അലാ നഫ്സിഹി മിൻ സൂഇൽ ഖാതിമ, തന്റെ അവസാനം മോശമാകുമോ എന്ന് എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കും. ഫഹുവ ഫീ ശുഗ്ലിൻ ഷാഗിലിൻ അൻ ഖബൂലിൽ മദ്ഹി വസ്തിഹ്സാനിഹി, അവൻ തന്നെ പുകഴ്ത്തുന്നത് തീരെ ഇഷ്ടപ്പെടുകയില്ല. കാരണം അവൻ പേടിയിലാണ്. ഞാൻ എങ്ങനെയാണ് മരിക്കുക എന്നറിയാത്ത, അവസാനം എങ്ങനെയാകുമെന്നറിയാതെ ആണ് അവൻ ജീവിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ്. അതിനിടയ്ക്ക് ഒരാൾ വന്ന് പുകഴ്ത്തുമ്പോൾ അതവന് ഇഷ്ടപ്പെടുകയില്ല. ഫലിഹാദ കാന മിൻ അലാമാതി അഹ്ലിൽ ഇൽമി നാഫിഅ, ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ ഇൽമുള്ള പണ്ഡിതന്മാർ, അങ്ങനെയുള്ള തുല്ലാബുൽ ഇൽം, അവരുടെ അടയാളത്തിൽപ്പെട്ടതാണ് അന്നഹും ലാ യറൗന ലി അൻഫുസിഹിം ഹാലൻ വല മഖാമ, അവർ സ്വന്തത്തിന് യാതൊരു വിലയും കാണുകയില്ല. സ്വന്തത്തെ അവർ യാതൊരു നിലക്കും അവർക്ക് മതിപ്പുണ്ടാവുകയില്ല. വയക്റഹൂന ബിഖുലൂബിഹിം അത്തസ്കിയ വൽ മദ്ഹ്, ആളുകൾ തന്നെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത് അവർ ഖൽബ് കൊണ്ട് വെറുക്കും, നാവ് കൊണ്ടല്ല, അവരുടെ മനസ്സുകൊണ്ട് അവരത് വെറുക്കും. വലാ യതകബ്ബറൂന അലാ അഹദ്, ഒരാളുടെ മേലും അവർ കിബ്ർ കാണിക്കുകയുമില്ല. ഇതാണ് നാഫിയായ ഇൽമുള്ള ഒരാളുടെ അടയാളം. ഇതാണ് ഈ കിതാബിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്താണ് നാഫിയായ ഇൽമ് എന്നതാണ് വിശദീകരിച്ചത്. അത് സലഫു സാലിഹ്യങ്ങൾ പഠിപ്പിച്ച ഇൽമാണ്. ചുരുക്കി പറഞ്ഞാൽ സലഫു സാലിഹ്യങ്ങളുടെ കാലത്ത് എന്താണോ ഇൽമായിട്ടുണ്ടായിരുന്നത് അത് പഠിക്കുക, അതിലെ സ്വഹീഹും ദഈഫും വേർതിരിക്കുക, അത് ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കുക, അത് മനസ്സിലാക്കാൻ വേണ്ട ഉലൂമുൽ ആല, അതിനുള്ള വസീലകളായിട്ടുള്ള ഭാഷയും അതുപോലുള്ള ഇൽമുകളും പഠിക്കുക, അതിന്റെ നിയ്യത്ത് നന്നാക്കുക, അമൽ ചെയ്യുക. ഈ ഇൽമിന്റെ അടയാളം തന്നിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അത് ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ ചിലത് വിശദീകരിച്ചു, അത് സംഭവിക്കുന്നുണ്ടോ എന്ന് പേടിക്കുക, ഉണ്ടെങ്കിൽ തിരുത്തുക. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വീഴ്ചകളും അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, അഫ്വ് കൊണ്ട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.